മൈക്ക് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതിരിക്കുന്നു. ഗോസുൽ കേൾക്കാം ബ്രോ. ഇപ്പൊ കേൾക്കാമല്ലോ. താങ്ക് യു. ഓക്കെ, ഫൈൻ. ക്ഷമിക്കണോട്ടോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യഹോവ മിശിഹായുടെ നാമത്തിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സൗണ്ടിൻ്റെ ഒരു പ്രശ്നം തുടക്കത്തിൽ വന്നതിൽ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. കുറേ നാളുകൂടി ചെയ്യുന്നതുകൊണ്ട് സിസ്റ്റം അല്ല, രണ്ടാമത് കോൺഫിഗർ ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഡിലേ ആണ്. ഓക്കെ, നമ്മളിന്ന് എടുക്കുന്ന വിഷയത്തിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. അബ്രഹാമും സയ്യിദിൻ്റെ ഹജ്ജും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സയ്യിദ് ഇബ്നു ജോർജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റസൂലെ നിൻ കനിവാലെ എന്ന പാട്ട് കേട്ട് ഇസ്ലാമിലേക്ക് പോയ ലോകത്തിലെ ഒരേ ഒരു വ്യക്തിയാണ് സയ്യിദ് ഇബ്നു ജോർജ്. എന്തായാലും ആ സിനിമയുടെ പിന്നണി പ്രവർത്തകർക്ക് നമ്മുടെ ഇസ്ലാം സഹോദരങ്ങൾ ഒരുപക്ഷെ ഒരു നന്ദിയൊക്കെ കൊടുത്ത് കാണും. ഇതുപോലൊരു ആളെ അങ്ങോട്ട് സിനിമാ പാട്ട് കേട്ട്, സിനിമ ഹറാമാണെങ്കിലും പാട്ടും ഹറാമാണെങ്കിലും മ്യൂസിക്കും സംഗീതവും ഹറാമാണ്, സിനിമയും ഹറാമാണ്. പക്ഷെ ഇത് രണ്ടും കേട്ട് ഇസ്ലാം ആകുന്നതിൽ ഹറാമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, പുള്ളിയുടെ വീഡിയോടത്തുള്ളതാണ്. സയ്യിദ് എങ്ങനെ മുസ്ലിമായി എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പുള്ളിയുടെ ഇംഗ്ലീഷിലുള്ള സാക്ഷ്യവും മലയാളത്തിലുള്ള എങ്ങനെ മുസ്ലിം എന്ന അദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും എടുത്തുകൊണ്ടാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സിനിമാ പാട്ട് കേട്ട് മുസ്ലിമായ സയ്യിദ് ഇബ്നു ജോർജ് ഇപ്പോൾ ഒരു ഇസ്ലാമിക പണ്ഡിതനായിട്ടാണ് നടക്കുന്നത്. മുസ്ലിങ്ങൾ അംഗീകരിക്കാറില്ലെങ്കിൽ പോലും അദ്ദേഹം സ്വയം പറയുന്ന അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനായിട്ടാണ്. അങ്ങനെ അദ്ദേഹം ദിവസവും ഓരോരോ ഇസ്ലാമിക സൂക്തങ്ങളൊക്കെ അങ്ങിടും. അതിനകത്ത് നമുക്ക് പരാതിയൊന്നുമില്ല. പുള്ളി വിശ്വസിക്കുന്ന മതത്തിലെ സൂക്തങ്ങൾ പുള്ളി ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇടുന്നതിൽ നമുക്ക് പരാതിയൊന്നുമില്ല. വളരെ നല്ല കാര്യം. അവരുടെ മതം, അവരുടെ ഫേസ്ബുക്ക്, അവരുടെ അല്ല, ജൂതൻ്റെ ഫേസ്ബുക്ക്, എന്തെങ്കിലും ആകട്ടെ. പക്ഷേ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഹജ്ജിനെ കുറിച്ച് അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റിനകത്ത് അബ്രഹാമിനെ കുറിച്ച്, അബ്രഹാമാണ് ആദ്യമായിട്ട് ഹജ്ജ് ആരംഭിച്ചതെന്നൊക്കെയുള്ള ഇസ്ലാമിക ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് ആ പോസ്റ്റിലുള്ളത്. ഒരു ആയത്താണ് അദ്ദേഹം പോസ്റ്റിനകത്ത് എഴുതിയിരിക്കുന്നത്. വോയിസ് ഓഫ് സയ്യിദ് ഇബ്നു ജോർജ് എന്ന് പറയുന്ന ഇതിനകത്താണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. നാം അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് അല്ലാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ബ്രാക്കറ്റിൽ ഖുറാനകത്തുള്ളത് ബ്രാക്കറ്റിലിട്ടിട്ട് സയ്യിദ് ഇബ്നു ജോർജിൻ്റെ പുതിയ ഖുറാൻ ബ്രാക്കറ്റിന് പുറത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക. ഓക്കെ, ഖുറാൻ 22:27 അതൊരു വീഡിയോ ആയിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഓഡിയോ കേൾപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. കാര്യം അത് കോപ്പറേറ്റഡ് ഓഡിയോ ആണ്, അതുകൊണ്ടാണ് കേൾപ്പിക്കാത്തത്. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും അവർ നിൻ്റെ അടുത്ത് വന്നുകൊള്ളു. എന്നിട്ട് വിമാനത്തിൻ്റെ വീഡിയോ ആണ് സയ്യിദ് ഇബ്നു ജോർജ് ഇട്ടേക്കുന്നത്. മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് ഇനി വിമാനത്തിനെ ഇവർ ഒട്ടകമാക്കിയോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും അവർ നിൻ്റെ അടുത്ത് വന്നുകൊള്ളും. ഇങ്ങനെ ഒരു ഖുറാൻ ആയത്തിട്ട് വിമാനത്തിൻ്റെ പടവും കാണിച്ച് വിമാനം ഒട്ടകമാണെന്ന സയ്യിദ് ഇബ്നു ജോർജ് തെറ്റിദ്ധരിച്ചതാണോ? അതോ ഈ അഞ്ജനമെന്നാൽ ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പറയുന്ന പോലെ ഒട്ടകമേതാ വിമാനമേതാ എന്ന് സയ്യിദ് ഇബ്നു ജോർജിന് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എന്താണെങ്കിലും ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഹജ്ജിന് പോകുന്ന കാര്യം അബ്രഹാമിനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി, ഇതിൻ്റെ ഈ ഹജ്ജിൻ്റെ ചരിത്രം നമ്മൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സയ്യിദ് ഇബ്നു ജോർജ് എടുത്ത ആ ആയത്തിൻ്റെ വിശദീകരണം തന്നെ നമുക്ക് ആദ്യം നോക്കാം. അത് ഖുറാനിലെ 22-ാമത്തെ സൂറയാണ്. സൂറത്ത് അൽ ഹജ്ജ് എന്ന് പറയുന്ന ഖുറാനിലെ 22-ാമത്തെ സൂറയുടെ 26-ഉം 27-ഉം ആയത്താണ് ഈ ഇസ്ലാമിക വ്യാജം നമ്മൾ കാണുന്നത്. ഓക്കെ, ഇബ്രാഹീമിന് ആ ഭവനത്തിൻ്റെ, അതായത് കഅബയുടെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം ശ്രദ്ധേയമത്രേ. യാതൊരു വസ്തുവേയും എന്നോട് നീ പങ്കു ചേർക്കരുതെന്നും തൊവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയും നിന്നും കുനിഞ്ഞും സാഷ്ടാംഗത്തിലായിക്കൊണ്ടും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും എൻ്റെ ഭവനം ശുദ്ധമാക്കി വെക്കണമെന്നും നാം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. നാം അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും. ഇത് ഖുറാനിൽ കാണുന്ന ഒരു സൂറയാണ്. ഈ ഖുറാനിക ആയത്താണ് സയ്യിദ് ഇബ്നു ജോർജ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതിന് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത് എന്നാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പം മുഹമ്മദ് പറഞ്ഞതല്ലാതെ അബ്രഹാം, ഇവരുടെ ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന സൗദിയിൽ ജനിച്ച ഏതെങ്കിലും അറബിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പാട്രിയാർക്ക് അബ്രഹാം എന്ന ഇസ്രായേലിയരുടെയും ഇഷ്മയേലിയരുടെയും പിതാവായ അബ്രഹാം എന്ന ആ പാട്രിയാർക്ക്, ഈ അബ്രഹാം
ഇങ്ങനെ ഹജ്ജ് നടത്തണമെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് വിളംബരം നടത്തിയിരുന്നു. ഇനിയല്ല, അബ്രഹാം സൗദി അറേബ്യയിലെ മക്കയിൽ ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ടോ? ഇനി പോട്ടെ, അബ്രഹാം സൗദി അറേബ്യയിലെ മക്കയിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഇതിന് ഈ മുഹമ്മദ് പറഞ്ഞ ഖുറാനിലെ ആയത്തല്ലാതെ, അതായത് AD 700 അല്ലെ AD 600കളിൽ മുഹമ്മദ് അന്നത്തെ അറബികൾക്ക് പറഞ്ഞ ഈ ഖുറാനിലെ ആയത്തല്ലാതെ, ഈ മുഹമ്മദിന്റെ വാക്കുകളല്ലാതെ, മുഹമ്മദിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു ചരിത്രരേഖയിൽ എന്തെങ്കിലും ഒരു തെളിവ്, ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ബുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എഴുത്തുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിംഗിൾ തെളിവ്, മുഹമ്മദിന് മുമ്പുള്ള ഒരു സിംഗിൾ എവിഡൻസ് ഈ പറഞ്ഞ അബ്രഹാം ഹജ്ജ് ചെയ്തതായി എന്തെങ്കിലും ഒരു എവിഡൻസ് കാണിക്കാൻ ഇന്ന് വരെ ജനിച്ചു വീണ മുഹമ്മദ് അടക്കമുള്ള ഒരു മുസൽമാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി പോട്ടെ, ഈ മുഹമ്മദ് പറഞ്ഞതല്ലാതെ അബ്രഹാമിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു പ്രവാചകൻ, ഈ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ള ഖുറാനല്ല, മുഹമ്മദിന് ജനിക്കുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും രേഖകൾ പ്രകാരം അബ്രഹാമിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു പ്രവാചകൻ ഹജ്ജ് ചെയ്തതായിട്ട് എന്തെങ്കിലും ഒരു രേഖയുണ്ടോ? ഒരു തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. ഓക്കെ, അപ്പൊ യാതൊരു വിധത്തിലുള്ള ഹിസ്റ്റോറിക് എവിഡൻസ് ഇല്ല. അബ്രഹാം ഹജ്ജ് ചെയ്തതായിട്ടോ അബ്രഹാം ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞതായിട്ടോ യാതൊരു വിധത്തിലുള്ള, എന്തിന് അബ്രഹാം മക്കയിൽ ചെന്നതായിട്ട് പോലും ഒരു വിധത്തിലുള്ള ചരിത്ര തെളിവുകളോ ആർക്കിയോളജിക്കൽ എവിഡൻസുകളോ പുരാവസ്തു തെളിവുകളോ ഇല്ല. ഈ മുഹമ്മദ് പറഞ്ഞതല്ലാതെ അബ്രഹാമിന് ശേഷമുള്ള ഒരു പ്രവാചകന്മാരും അബ്രഹാം പറഞ്ഞ പോലെ ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്നെന്നോ അബ്രഹാമിന്റെ പാത പിന്തുടർന്ന് ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്നെന്നോ പറഞ്ഞുകൊണ്ട് മോശയടക്കമുള്ള ഒരു പ്രവാചകനും ഈ സൗദി അറേബ്യയിലെ മക്കയിലേക്ക് ഈ ഒട്ടകവും പിടിച്ചു പോയിട്ടില്ല. അങ്ങനെ പോയതായിട്ട് യാതൊരു വിധ തെളിവുകളും നിലവിലില്ല. മുഹമ്മദ് പറഞ്ഞുണ്ടാക്കിയ കഥകൾ മുഹമ്മദിന് ശേഷമുള്ളതല്ലാതെ യാതൊരു വിധ തെളിവുകളും അതിനു മുന്നേ ഇല്ല. ഇനി മുഹമ്മദ് ഖുറാനിൽ പറഞ്ഞുണ്ടാക്കിയതല്ലാതെ മുഹമ്മദിന് മുമ്പുള്ള അബ്രഹാമിന് ശേഷമുള്ള തൗറാത്തിലെ ഏതെങ്കിലും ഒരു എഴുത്തിൽ, തൗറാത്തിലെ 5 ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ തൗറാത്തിന്റെ പൂർണ്ണരൂപമായ തനാക്കിലെ നബിയത്തിലോ കെത്തൂബിമിലോ എവിടെയെങ്കിലും ഒരു പുസ്തകത്തിൽ 39ഓളം പുസ്തകങ്ങളുള്ള തൗറാത്തിലെ ഒരു പുസ്തകത്തിലെങ്കിലും അബ്രഹാം ഹജ്ജ് ചെയ്തതായിട്ടോ അബ്രഹാമിന് ശേഷമുള്ളവർ ഹജ്ജ് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ദൈവീത മറ്റുള്ളവർ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഹജ്ജ് ചെയ്തതായിട്ട്, ഏതെങ്കിലും പ്രവാചകൻ ഹജ്ജ് ചെയ്തതായിട്ട്, ഏതെങ്കിലും പ്രവാചകന്മാർ നമ്മൾ തീർത്ഥയാത്ര നടത്തണം, സൗദി അറേബ്യയിലെ മക്കയിലേക്ക് തീർത്ഥയാത്ര നടത്തണം എന്ന് പറഞ്ഞതായിട്ടോ ചെയ്തതായിട്ടോ ഒരു രേഖയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു വിധത്തിലുള്ള തെളിവുകളും ഇല്ലാതെയുള്ള ഈ ഒരു കാര്യം അപ്പൊ ചോദിക്കും, അത് നിങ്ങളുടെ തോറയിൽ ഇല്ലാത്തത് തോറ തിരുത്തി എഴുതപ്പെട്ടത് കൊണ്ടാണ് എന്നാണ്. എൻ്റെ പൊന്നു ഇസ്ലാമിക് സുഹൃത്തെ, മുഹമ്മദ് ജീവിച്ചിരുന്ന AD 700 ഈ മോശ എഴുതുന്ന തോറ വരുന്നത് BC 1400-500കളിലാണ് മോശയുടെ തോറ വരുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കെത്തൂബിം അടക്കം തനാക്ക് പൂർത്തീകരിക്കപ്പെടുന്നത് BC 400കളിലാണ്. 400-500 കാലഘട്ടത്തിലാണ് കെത്തൂബിം അടക്കം എഴുതി തനാക്ക് പൂർത്തിയാക്കപ്പെടുന്നത്. അപ്പോൾ മുഹമ്മദ് ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുന്നേ തോറ എഴുതി കഴിഞ്ഞു. തോറ റിട്ടൺ ഫോമിലായിട്ടുണ്ട്. മുഹമ്മദിന്റെ കാലത്ത് സൗദി അറേബ്യയിൽ അടക്കം തോറ ഹീബ്രു ഭാഷയിൽ നിലവിലുണ്ട്. ഇനി മുഹമ്മദ് ജനിക്കുന്നതിന് 600-ലധികം വർഷങ്ങൾക്ക് മുന്നേ തോറയുടെ ഗ്രീക്ക് പരിഭാഷ പോലും നിലവിലുണ്ട്. അപ്പോൾ ക്രൈസ്തവരുടെ കയ്യിലും യഹൂദന്മാരുടെ കയ്യിലും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന അലക്സാണ്ട്രിയയിലെ ലൈബ്രറികളിലൊക്കെ തോറയുടെ ഗ്രീക്ക് വേർഷനും ഹീബ്രു വേർഷനും നിലവിലുള്ള കാലത്ത് ഏതെങ്കിലും ഒരു പുസ്തകത്തിനകത്ത് ഏതെങ്കിലും ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന ഒരെണ്ണത്തിനകത്ത് തിരുത്തു വരത്തില്ലല്ലോ. മുഹമ്മദിന്റെ കാലത്തുണ്ടായിരുന്ന സൗദി അറേബ്യയിലെ മെക്ക മദീന പ്രദേശത്തുണ്ടായിരുന്ന യഹൂദന്മാരുടെ കയ്യിലുള്ള തോറ, ഹീബ്രു ഭാഷയിലെ തോറ മുഹമ്മദ് അടക്കം സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഈ തോറ സത്യമാണ്, വിശ്വസിക്കണമെന്ന്. നിങ്ങൾക്കറിയണമെങ്കിൽ സുനാൻ അബി ദാവൂദിന്റെ ബുക്ക് നമ്പർ 40 ഹദീസ് നമ്പർ 99 എടുത്തു കഴിഞ്ഞാൽ, ബുക്ക് നമ്പർ 40 ഹദീസ് നമ്പർ 99 ദാറുസലാമിന്റെ റെഫറൻസ് എടുത്താൽ, അല്ലെങ്കിൽ സുനാൻ അബി ദാവൂദ് 4449 4449 ഹദീസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. നരേറ്റഡ് ബൈ അബ്ദുള്ള ഇബ്നു ഉമർ. A group of Jews came and invited the messenger of Allah to Kuf,
ഒരു കൂട്ടം യഹൂദർ വന്ന് മുഹമ്മദിനെ ഖുഫ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചു. സോ ഹി വിസിറ്റഡ് ദം ഇൻ ദെയർ സ്കൂൾ. ഈ യഹൂദന്മാരുടെ മതപഠനശാലയിൽ അദ്ദേഹം ചെന്നു. ഖുഫിലെ മതപഠനശാലയിൽ അദ്ദേഹം ചെന്നു. ദേ സെഡ്, അബു ഖാസിം, വൺ ഓഫ് അവർ മെൻ ഹാസ് കമ്മിറ്റഡ് ഫോർണിക്കേഷൻ വിത്ത് എ വുമൺ. അത് അവർ പറഞ്ഞു, അല്ലയോ മുഹമ്മദേ, അല്ലയോ അബു ഖാസിം. ഈ മുഹമ്മദ് പ്രവാചകൻ ഭയങ്കര പൂർണ്ണശക്തിയിൽ പ്രവാചകനായ ശേഷമാണ് വൃത്തികേടൊക്കെ തുടങ്ങി. അതിന് മുന്നേ വലിയ ദോഷമില്ലാത്ത ചെക്കനായിരുന്നു. ഓക്കെ, അല്ലയോ അബു ഖാസിം, വൺ ഓഫ് അവർ മെൻ ഹാസ് കമ്മിറ്റഡ് ഫോർണിക്കേഷൻ വിത്ത് എ വുമൺ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പുരുഷൻ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. സോ പ്രൊനൗൺസ് ജഡ്ജ്മെന്റ് അപ്പോൺ ദം. ഓക്കെ, നീ അവരുടെ മേലൊരു ന്യായം വിധി കൽപ്പിച്ചാലും. ദേ പ്ലേസ്ഡ് എ കുഷൻ ഫോർ ദ മെസഞ്ചർ ഓഫ് അല്ലാഹ്. അപ്പോൾ മുഹമ്മദിനെ കല്ലിന്റെ പുറത്തെടുത്ത് അതൊരു കുഷനൊക്കെ ഇട്ട് അങ്ങിരുത്തി. അപ്പൊ മുഹമ്മദ് പറഞ്ഞു, ബ്രിങ് ദ തോറ, തോറ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ എഴുതപ്പെട്ട തോറ അല്ലെ, ബ്രിങ് ദ തോറ, എഴുതപ്പെട്ട പുസ്തകമായ ഹീബ്രു ഭാഷയിലെ തോറ കൊണ്ടുവന്നു. ഇറ്റ് വാസ് ദെൻ ബ്രോട്ട്, തോറ കൊണ്ടുവരപ്പെട്ടു. ഹി ദെൻ വിഡ്രൂ ദ കുഷൻ ഫ്രം ബിനീത്ത് ഹിം. മുഹമ്മദ് ഇരുന്ന സ്ഥലത്ത് ഇരുന്ന കുഷന്റെ പുറത്താണല്ലോ ഇരുന്നത്. ആ കുഷൻ വലിച്ചെടുത്തിട്ട് ആൻഡ് പ്ലേസ് ദ തോറ ഓൺ ഇറ്റ്. ആ കുഷന്റെ പുറത്ത് തോറ വെച്ചു. അതായത് എഴുതപ്പെട്ട പുസ്തകമാണെന്നുള്ളത് ഇതിനപ്പുറം ഒരു തെളിവില്ല. കുഷന്റെ പുറത്ത് ഇരുന്ന കുഷൻ എടുത്ത് മാറ്റിയിട്ട് ആ കുഷന്റെ പുറത്തേക്ക് തോറ എടുത്തു വെച്ചു. ഓൺ ഇറ്റ് സേയിങ്, ഐ ബിലീവ് ഇൻ ദീ ആൻഡ് ഇൻ ഹൂം ഹൂ റിവീൽ ദീ. ഞാൻ ഇതിലും വിശ്വസിക്കുന്നു, ഇതിറക്കിയവനിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മുഹമ്മദ്. ഓക്കെ, നിങ്ങളൊരു കാര്യം ആലോചിക്കുക. മുഹമ്മദിന്റെ കാലത്ത് നിലവിലുള്ള തോറയിൽ വളരെ കൃത്യമായിട്ട് മുഹമ്മദ് വിശ്വാസമർപ്പിക്കുന്നു. ഞാൻ ഇതിലും വിശ്വസിക്കുന്നു. ആ എഴുതപ്പെട്ട പുസ്തകം എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഇതിലും വിശ്വസിക്കുന്നു, ഇതിറക്കിയവനിലും വിശ്വസിക്കുന്നു എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. അപ്പോൾ അന്നത്തെ കാലത്തെ തോറയിൽ മുഹമ്മദ് വിശ്വസിച്ചിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രശ്നം അന്നത്തെ കാലത്തെ തോറ തന്നെയാണ് ഇന്നും ഉള്ളത്. കാരണം അന്നത്തെ കാലത്ത് തോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ എഴുതി കഴിഞ്ഞ 1000 വർഷം കഴിഞ്ഞു. തോറ പൂർത്തീകരിക്കപ്പെട്ടിട്ട് 1000 വർഷം കഴിഞ്ഞു. തോറയിലെ അവസാനത്തെ നബിയത്തിലെ പുസ്തകമായ മലാക്കായുടെ പ്രവചനം കഴിഞ്ഞിട്ട് 1000 വർഷം കഴിഞ്ഞു മുഹമ്മദ് ഈ കാര്യം പറയുമ്പോൾ. തോറ മുഹമ്മദ് ജനിക്കുന്നതിന് 600 വർഷം മുന്നേ തന്നെ ഗ്രീക്കിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തോറ എത്തി. ഇന്ത്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ തോറ ഹീബ്രു ഭാഷയിൽ എത്തപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പല പല പരിഭാഷകളിലായിട്ടും ഹീബ്രു ഭാഷയിലും ലോകത്തിന്റെ വിവിധ ഭാഗത്തിൽ നിലവിലുള്ള തോറയെ പിന്നീട് ആരെങ്കിലും ഒരാൾക്ക് തിരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ഇന്നിപ്പോൾ നിങ്ങൾ ഖുറാൻ ഇന്ന് തിരുത്താൻ പറ്റുമോ? കാരണം ലോകത്തെ എല്ലാ സ്ഥലത്തും ഖുറാന്റെ പല വിധത്തിലുള്ള കോപ്പികളുണ്ട്, ഖുറാൻ ഇന്റർനെറ്റിലുണ്ട്. അപ്പോൾ ആരെങ്കിലും കയ്യിലിരിക്കുന്ന ഖുറാന്റെ ഒരു കോപ്പിയിൽ ഒരു തിരുത്തു വരുത്തിയാൽ ലോകത്ത് എല്ലായിടത്തും തിരുത്തു വരുമോ? ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു എന്താ പറയുക, എന്തെങ്കിലും അഡൾട്ടർ ചെയ്യാൻ, മായം കലർത്താൻ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ആ തോറയിൽ എവിടെയെങ്കിലും മൂസ പ്രവാചകൻ അബ്രഹാമിന്റെ ചരിത്രം പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും അബ്രഹാം ഹജ്ജ് ചെയ്തതായിട്ടോ, അബ്രഹാം എല്ലാ വർഷവും ഹജ്ജിനെല്ലാം നാട്ടുകാരെ പഠിപ്പിച്ചതായിട്ടോ, അബ്രഹാം അവിടെ പോയി താമസിച്ചതായിട്ടോ, കബ തൂത്തുടച്ചിടാൻ വേണ്ടി അബ്രഹാം അവിടെ പോയി കബയുടെ അടുത്ത് താമസിച്ചതായിട്ടോ ഒരു രേഖയിലും പറഞ്ഞിട്ടില്ല. അബ്രഹാം സൗദി അറേബ്യയിൽ മക്കയിൽ പോയതായിട്ട് മോശ പറഞ്ഞിട്ടില്ല. അബ്രഹാമിന്റെ യാത്ര ഉടനീളം മോശ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ സൗദി അറേബ്യയിലെ മക്കയിൽ പോയതായിട്ട് പറഞ്ഞിട്ടില്ല. ഇറാഖിൽ പോയ കാര്യം വരെ, ഇറാഖിൽ നിന്ന് വന്ന കാര്യം വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തോറയിലോ ഒരു സ്ഥലത്തും പറയാത്തൊരു കാര്യം ഈ പറയുന്ന മുഹമ്മദ് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളുടെ ഹിന്ദു മതത്തിലെ ശബരിമല ഹിന്ദു സഹോദരങ്ങൾ ക്ഷമിക്കുക, ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. എനിക്ക് ഒരു മേൽശാന്തിയുടെ പേര് പറയാൻ മടിയായതുകൊണ്ട് ഞാൻ തങ്കപ്പൻ മേൽശാന്തിയാക്കുക. കണ്ഠരര് തങ്കപ്പരര്. ശബരിമലയിൽ ഒരു മേൽശാന്തി ഇന്നിങ്ങ് വന്നിട്ട് പറയുക, നമ്മുടെ തങ്കപ്പൻ സ്വാമികളെ തങ്കപ്പരരങ്ങ് വന്നിട്ട് പറയുക, അയ്യപ്പന്റെ കൽപ്പന പ്രകാരം മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചത്. മുഹമ്മദ് സ്വാമി ശബരിമല തീർത്ഥാടനം നടത്താൻ മനുഷ്യരോട് ആവശ്യപ്പെട്ടു എന്ന് കണ്ഠരര് തങ്കപ്പരര് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെ, അതിന് ഈ ഹിന്ദു മതത്തിൽ എവിടെ, വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ എവിടെയെങ്കിലും ഈ മുഹമ്മദ് സ്വാമി ശബരിമല തീർത്ഥാടനം ആരംഭിച്ചതിന് എവിടെയെങ്കിലും തെളിവുണ്ടോ? അങ്ങനെ തെളിവൊന്നുമില്ല. ഓക്കെ, ഏതെങ്കിലും ചരിത്രരേഖകൾ, കേരളത്തിന്റെ ഏതെങ്കിലും ചരിത്രരേഖകളിൽ മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചതെന്ന് തെളിവുണ്ടോ? മുഹമ്മദ് സ്വാമി നാട്ടുകാരോട് മുഴുവൻ ശബരിമലയിൽ അയ്യപ്പ സ്വാമിക്ക് തീർത്ഥാടനം നടത്താൻ പറഞ്ഞതായിട്ട് രേഖയുണ്ടോ? ചരിത്രരേഖയുമില്ല. അപ്പൊ ചരിത്രരേഖയുമില്ല, ഹിന്ദു മതത്തിലെ രേഖയുമില്ല. ഇനി പോട്ടെ, മുഹമ്മദ് സ്വാമി ഒരു മുഹമ്മദ് സ്വാമി ഒരു മുസ്ലിം ആണല്ലോ. ഇനി മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഖുറാനിലെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദ് സ്വാമി കൽപ്പിച്ചു എല്ലാ വർഷവും നിങ്ങൾ 18-ാം പടി ചവിട്ടി പമ്പ കടന്ന് ശബരിമലയിൽ ചെല്ലണം എന്നിട്ട് അയ്യപ്പനെ നമസ്കരിക്കണമെന്ന് മുഹമ്മദ് സ്വാമി പറഞ്ഞിട്ടുണ്ടോ ഖുറാനിലോ ഹദീസുകളിലോ എവിടെയെങ്കിലും? അതുമില്ല.
പിന്നെ എന്ത് തേങ്ങ തെളിവാണ് തങ്കപ്പരനെ മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ഉണ്ടാക്കി നിങ്ങൾ പറയുന്നതിനുള്ളത് എന്ന് ചോദിച്ചാൽ തങ്കപ്പരര് പറയുക, തങ്കര് കണ്ടപ്പർ എന്താ പറയുക, കണ്ടര് തങ്കപ്പരർ എഴുതിയ, ഞാൻ തന്നെ എഴുതിയ എൻ്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചതെന്ന്. ഒരു ചരിത്ര തെളിവില്ല. ഈ തങ്കപ്പരരുടെ മതമായ ഹിന്ദുമതത്തിൽ തെളിവില്ല. കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ തെളിവില്ല. ഇനി ഇദ്ദേഹം റഫർ ചെയ്യുന്ന മുഹമ്മദ് സ്വാമി എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ മതമായ ഇസ്ലാം മതത്തിലോ ഹദീസുകൾക്കകത്തോ യാതൊരു വിധത്തിലുള്ള ഖുറാനിലോ ഒരു സ്ഥലത്തും മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആകെയുള്ള തെളിവ് തങ്കവര് കണ്ടപ്പരര് പറഞ്ഞ കാര്യം അദ്ദേഹം എഴുതിയ പുസ്തകത്തിനകത്ത് മാത്രമുണ്ട്. നിങ്ങളെല്ലാം വിശ്വസിച്ചു വേണം. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തലക്ക് വെളിവില്ലാത്ത പ്രാന്ത എന്ന് നമ്മൾ അവനെ വിളിക്കും. ശരിയാണല്ലോ? കാര്യം എന്തായാലും ശബരിമലയിലെ മേൽശാന്തി കണ്ടർ രാജീവരോ അങ്ങനെയുള്ള ആളുകൾ ഇതുപോലുള്ള വിവരക്കേട് പറയത്തില്ല. അപ്പം ഇങ്ങനൊരു സാങ്കല്പിക കഥാപാത്രം പറഞ്ഞാൽ അവനെ ഭ്രാന്തൻ എന്ന് നമ്മൾ വിളിക്കും. ഇനി നമ്മളൊന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. മുഹമ്മദ് ഈ പറഞ്ഞ അബ്രഹാമിനെ കുറിച്ച് ഹജ്ജിനെ കുറിച്ചും കണക്ട് ചെയ്ത് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളും ചിന്തിക്കുക. കണ്ടർ തങ്കപ്പരർ പറഞ്ഞു അയ്യപ്പന്റെ കൽപ്പന പ്രകാരം മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചത്. മുഹമ്മദ് പണ്ട് പറഞ്ഞ എന്താ? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബിയാണ് ഹജ്ജ് തീർത്ഥാടനം ആരംഭിച്ചത്. തങ്കപ്പര സ്വാമി പറഞ്ഞു മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം നടത്താൻ മനുഷ്യരോട് ആവശ്യപ്പെട്ടത്. മുഹമ്മദ് നമ്മുടെ നബി പറയുകയാണ് ഇബ്രാഹിം നബി ഹജ്ജ് തീർത്ഥാടനം നടത്താൻ മനുഷ്യരോട് ആവശ്യപ്പെട്ടു. തെളിവ് എവിടെ സ്വാമി തങ്കപ്പരരെ എന്ന് ചോദിച്ചാൽ തങ്കപ്പരര് പറയും ഞാൻ തന്നെ എഴുതി എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം, വേറെ തെളിവൊന്നുമില്ല. മുഹമ്മദിനോട് ചോദിക്കുക ഈ ഇബ്രാഹിം നബിയാണ് ഹജ്ജ് തീർത്ഥാടനം ആരംഭിച്ചതെന്ന് ഇബ്രാഹിം നബിയുടെ പൂർവ്വമതത്തിൽ യാഹുവെ ആരാധിക്കുന്ന ഇസ്രായേലിയരുടെ മതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരുടെ വേദഗ്രന്ഥമായ തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ മതമായ ഇസ്ലാം മതത്തിലെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്ന എബ്രായനായ അബ്രഹാമിന്റെ വിശ്വാസം പിന്തുടർന്ന ഇസ്രായേലിയരുടെ വിശ്വാസത്തിലെങ്ങും തോറയിലോ നബിയത്തിലോ കെത്തൂബിലോ എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ചരിത്ര തെളിവുണ്ടോ? ഇല്ല. സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ തെളിവുണ്ടോ അബ്രഹാം നബി മക്കയിൽ ജീവിച്ചിരുന്നായിട്ട്? ഒരു തെളിവില്ല. ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടോ? ഒരു തെളിവുമില്ല. അപ്പോൾ കണ്ടര് തങ്കപ്പരരെ ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ മുഹമ്മദ് സ്വാമിയാണ് ശബരിമല തീർത്ഥാടനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഭ്രാന്ത എന്ന് വിളിക്കുമെങ്കിൽ ഈ മുഹമ്മദ് നബി അബ്രഹാം ആണ് ഈ പറയുന്ന ഹജ്ജ് തീർത്ഥാടനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്ത് വിളിക്കും? ഭ്രാന്ത എന്ന് വിളിക്കും. ന്യായം. അങ്ങനെ തന്നെയാണ് വിളിച്ചതെന്ന് ഖുറാനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഭ്രാന്ത എന്ന് വിളിക്കുന്നതല്ല, അങ്ങനെയാണ് മുഹമ്മദിനെ വിളിച്ചതെന്ന് ഖുറാനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന് ഭ്രാന്തത്രേ എന്നവർ പറയുന്നു എന്ന് ഖുറാനകത്ത് പല സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം എന്താ? ഇതുപോലുള്ള കാര്യം പറഞ്ഞ് ഇന്നും നാട്ടുകാർ അങ്ങനെ തന്നെ വിളിക്കും, അന്നും അങ്ങനെ തന്നെ വിളിച്ചു. അപ്പോൾ മുഹമ്മദ് ഈ പറയുന്ന അബ്രഹാമാണ് ഈ ഹജ്ജ് തീർത്ഥാടനം ആരംഭിച്ചതെന്നും ഹജ്ജ് നടത്താൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടിയെന്നും മുഹമ്മദ് പറഞ്ഞ കാര്യത്തിന് മുഹമ്മദിന്റെ സ്വന്തം തെളിവല്ലാതെ തങ്കപ്പരരുടെ സ്വന്തം തെളിവല്ലാതെ യാതൊരു വിധത്തിലുള്ള എവിഡൻസും ആർക്കിയോളജിക്കലായിട്ടോ ഹിസ്റ്റോറിക്കലായിട്ടോ പൂർവ്വമതത്തിലോ ഇല്ല. ഒരു ഗ്രന്ഥത്തിലും തെളിവില്ല എന്നത് വാസ്തവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ചോദ്യം വരും, അല്ല അപ്പം ഈ മുഹമ്മദിന് ഹജ്ജ് പിന്നെ ആകാശത്തുനിന്ന് പൊട്ടി വീണ് കിട്ടിയാണ്, ഹജ്ജ് പിന്നെ എവിടെ നിന്നാ വന്നേ? അബ്രഹാമിന്റെ ചരിത്രത്തിലോ അബ്രഹാം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ, യഹൂദന്മാർ ചെയ്തിട്ടില്ലെങ്കിൽ, ഇസ്രായേലിയർ ചെയ്തിട്ടില്ലെങ്കിൽ, മോശയടക്കമുള്ള പ്രവാചകന്മാർ ചെയ്തിട്ടില്ലെങ്കിൽ സത്യവിശ്വാസത്തിൽ നിന്നല്ല ഹജ്ജ് വന്നത്, ഓർപ്പിച്ചു. പിന്നെ എവിടെ നിന്നാണ് ഈ ഹജ്ജ് വന്നത്? മുഹമ്മദിന് ഇത് എവിടെ നിന്ന് കിട്ടി? അതറിയണമെങ്കിൽ ഹജ്ജിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം. മുഹമ്മദിന് ഹജ്ജ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയണമെങ്കിൽ ഹജ്ജിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ഈ ഹജ്ജിന്റെ ചടങ്ങുകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ആദ്യം എന്താ ചെയ്യുന്നില്ല? ഒരു ഉംറയാണ് ചെയ്യുന്നത്. ഹജ്ജിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ അവർ ഉംറ ചെയ്യും. ഉംറ എന്ന് വെച്ചാൽ 2 ചടങ്ങുകളാണ് ഉംറയ്ക്കുള്ളത്. ഒന്ന് തവാഫ് ചെയ്യുക, കബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുക, വലം വെക്കുക. പിന്നെ ഒന്ന് സായി ചെയ്യുക. സായി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഫ മർവ കുന്നുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടുക. ഇത് രണ്ടുമാണ് ഹജ്ജിന്റെ ആരംഭകർമ്മമായിട്ട് ചെയ്യുന്ന ഉംറയിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ചടങ്ങായ തവാഫ്, അതായത് മക്കയിലെ കബയ്ക്ക് ചുറ്റും ഇവർ ഈ വലം വെക്കുന്ന തവാഫ് ഇത് എവിടെ നിന്ന് വന്നു എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. സഹീഹ് ബുഖാരിയിൽ, സഹീഹായ ഹദീസാണ്, സഹീഹ് ബുഖാരിയിലെ 1665 ഹദീസ്, 1665, അല്ലെങ്കിൽ ബുക്ക് നമ്പർ 25, ഹദീസ് നമ്പർ 146. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, നരേറ്റഡ് ബൈ ഉർവ. സഹീഹായ ഹദീസാണ്. ഞാൻ എൻ്റെ ഹൈലൈറ്റർ നടത്തോട്ടെ, എന്നാൽ കാണിക്കാനൊരു സുഖം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ. നരേറ്റഡ് ബൈ ഉർവ. ഡ്യൂറിംഗ് ദ പ്രീ ഇസ്ലാമിക് പീരീഡ് ഓഫ് ഇഗ്നോറൻസ്,
അജ്ഞതയുടെ കാലമായ ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് ദ പീപ്പിൾ യൂസ് ടു പെർഫോം തവാഫ് ഓഫ് ദ കബ നെയ്ക്കഡ് എക്സെപ്റ്റ് ദ ഹുംസ്. ഓക്കെ, അപ്പോൾ ഈ തവാഫ്, കബക്ക് ചുറ്റും തുണിയില്ലാതെ തവാഫ് നടത്തുന്ന ആ ചടങ്ങ് അബ്രഹാമിന്റെ വിശ്വാസമാണോ? അല്ലേ അല്ല. ഇസ്രായേലിയുടെ വിശ്വാസമാണോ? അല്ലേ അല്ല. സത്യമതത്തിലെ വിശ്വാസമാണോ? അല്ലേ അല്ല. അവരാരും ഈ തുണിയില്ലാതെ മക്കയിൽ വന്ന് കബക്ക് ചുറ്റും തവാഫ് നടത്താറില്ലായിരുന്നു. അപ്പൊ ഈ ഹജ്ജിന്റെ ചടങ്ങിന്റെ പ്രാരംഭ ചടങ്ങായ തവാഫ് നടത്തുക, മക്കയിലെ കബക്കു ചുറ്റും വലം വെച്ചിരുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന ഈ തവാഫ് നടത്തുക, അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം അന്ന് ആരാധിക്കുന്നത്. ഈ തവാഫ് നടത്തുന്ന ചടങ്ങ് എവിടെ നിന്ന് വന്നു? അബ്രഹാമിന്റെ പാരമ്പര്യമാണോ? അല്ല. ആ പാരമ്പര്യം വന്നിരിക്കുന്നത് പ്രീ ഇസ്ലാമിക് പീരീഡ് ഓഫ് ഇഗ്നോറൻസ് ആണ്. അജ്ഞതയുടെ ജാഹിലിയ കാലത്ത് മുഹമ്മദിന്റെ കുടുംബക്കാരും അതുമാത്രമല്ല അറബി നാട്ടിലുള്ള ഒട്ടുമിക്ക അറബികളും കബയിലേക്ക് വന്ന് തവാഫ് നടത്തുമായിരുന്നു. എങ്ങനെ? നഗ്നരായിട്ട്. ഇന്നും അതുകൊണ്ട് തവാഫ് നടത്താൻ പോകുമ്പോൾ പുരുഷന്മാർക്ക് ഇന്നും വസ്ത്രം ഉടുക്കാൻ അവകാശമൊന്നുമില്ല, ജെട്ടി പോലും ഇടത്തില്ല. ഒരു മുണ്ട് അരക്കീറ്റൂടും, പുറത്തൊരു മുണ്ട് പുതക്കും. ഈ 2 മുണ്ടാണ് വസ്ത്രം, അകത്ത് ജെട്ടി പോലും ഇടാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, അപ്പൊ പണ്ട് തുണിയിലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. എക്സെപ്റ്റ് ദ ഹുംസുകൾ ഒഴികെ ആർക്കും വസ്ത്രം ഉടുക്കാൻ പാടില്ല. അതിന്റെ കാരണം ദ ഹുംസ് വെർ ഖുറൈഷ് ആൻഡ് ദെയർ ഓഫ്സ്പ്രിംഗ്. ഖുറൈഷികളും അവരുടെ മക്കളെയുമാണ് ഈ ഹുംസ് എന്നത്. മുഹമ്മദ് അടക്കമുള്ള ഈ ബഹുദൈവ മതക്കാരെ, ഖുറൈഷികളായ ബഹുദൈവ മതക്കാരെയാണ്, പേഗൻസിനെയാണ് ഹുംസ് എന്ന് വിളിക്കുന്നത്. ഹുംസ് യൂസ് ടു ഗീവ് ക്ലോസ് ടു ദ മെൻ ഹു വുഡ് പെർഫോം ദ തവാഫ് ഫിയറിംഗ് ഡേ. അതായത് പുറത്തുനിന്ന് അറബികൾ വരുമ്പോൾ അവരുടെ സ്വന്തം വസ്ത്രം ഉടുത്ത് തവാഫ് ചെയ്യാൻ അവർക്ക് അവകാശമില്ല. ഇന്നും അങ്ങനെ തന്നെ. പുറത്തുനിന്ന് ആര് എന്നാലും അവരുടെ സ്വന്തം വസ്ത്രം എടുത്ത് തവാഫ് നടത്താൻ അവകാശമില്ല. അവര് വസ്ത്രം മാറി ഈ അറബികളുടെ കൊടുക്കുന്ന ഈ പറയുന്ന 2 വെള്ള മുണ്ട് മാത്രം എടുത്തിട്ട് തവാഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോ ഈ ഖുറൈശികൾ മക്കള് അവര് എന്ത് ചെയ്യും? പൈസ വാങ്ങിക്കുമായിരുന്നു പണ്ട്. അപ്പൊ കാശ് കൊടുക്കാനില്ലാത്ത പാവം അറബികള് വസ്ത്രം ഉടുക്കാൻ പറ്റത്തില്ല. വസ്ത്രം ഉടുക്കണ ഖുറൈശികളുടെ നിന്ന് വാടക എടുക്കണം. അപ്പൊ അവരെന്ത് ചെയ്യും? കാശ് ലാഭിക്കാൻ വേണ്ടി വസ്ത്രമില്ലാതെ തവാഫ് നടത്തും. അങ്ങനെ തുണിയില്ലാതെ സ്ത്രീ പുരുഷന്മാർ തവാഫ് നടത്തിയിരുന്ന ചടങ്ങാണ് ഇന്ന് ഹജ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് മുസ്ലിങ്ങളെ ജെട്ടി പോലും ഇടാതെ ഇരുന്ന് തവാഫ് നടത്തുന്നത്. ഞാൻ പറയുന്നതിൽ നിങ്ങൾ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതൊരു പേഗൻ പ്രാകൃത ആചാരമാണ്. ഒരു ബഹുദൈവ മതത്തിലെ പ്രാകൃതമായ ആചാരങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ചടങ്ങാണ് ഹജ്ജ്. അപ്പോൾ ഈ ഹജ്ജ് വന്നത് അബ്രഹാമിന്റെ അടുക്കൽ നിന്നല്ല. ഹജ്ജ് വന്നത് ജാഹിലിയ പേഗൻ മതത്തിൽ നിന്നാണ്. ബഹുദൈവ മതത്തിൽ നിന്ന് വന്നൊരു ചടങ്ങാണ് ഹജ്ജ്. അതിനുശേഷം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ യൂസ് ടു ഗോ അവേ ഡയറക്ട്ലി ഫ്രം അറഫ ആൻഡ് ദ ഹൂംസ് യൂസ് ടു ഡിപ്പാർട്ട് ഫ്രം സ്റ്റേയിങ്. പിന്നെ ഇതിന്റെ ചടങ്ങുകൾ താഴേക്ക് വരിക. ഇതിനുശേഷം പിൽക്കാലത്ത് ബഹുദൈവ വിശ്വാസികളെ ഹജ്ജ് ചെയ്യുന്നതിൽ നിന്ന് ഇസ്ലാം അധീശത്വം മക്കയിൽ നേടിയപ്പോൾ ബഹുദൈവ വിശ്വാസികൾ ഇനി മുതൽ മക്കയിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞ വിലക്കി. അത് നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് സൂറയായ 9ാമത്തെ സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം. ഇനി മുതൽ ബഹുദൈവ വിശ്വാസികൾ മക്കയിൽ കയറാൻ പാടില്ല. അന്ന് വരെ അവരുടെ ആഘോഷമായിരുന്നു. മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ പോലും മക്കക്കാരുടെയും മറ്ററബികളുടെയും പിൽഗ്രിമായിരുന്നത്, തീർത്ഥാടനമായിരുന്നു അത്. ആ ഹജ്ജിനെ ഇസ്ലാം എടുത്തിട്ട് മറ്റ് ബഹുദൈവ മതക്കാര് ഇനി മുതൽ ഹജ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ മുഹമ്മദ് വിലക്കി. അത് വിലക്കിയത് വരെ അവര് തുണിയില്ലാതെ അവിടെ വലം വെക്കുമായിരുന്നു. ആ തുണിയില്ലാത്ത കബയെ വലം വെക്കുന്ന ചടങ്ങാണ് ഇന്ന് മുണ്ടും എടുത്ത് ജെട്ടിയിടാതെ മുസ്ലിങ്ങൾ പോയി വലം വെക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതാണ് ഇതിന്റെ തെളിവ്. കൃത്യമായിട്ട് ഞാൻ തന്നു. സഹീഹുൽ ബുഖാരി 1665 ഹദീസ്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തവാഫ് പേഗനാചാരമാണെന്നുള്ളതിന്റെ മറ്റ് ഒരു തെളിവ് കൂടെ തരാം. സഹീഹുൽ ബുഖാരി തന്നെ 369 ഹദീസ്, ബുക്ക് നമ്പർ 8, ഹദീസ് നമ്പർ 21. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നരേറ്റഡ് ബൈ അബൂ ഹുറൈറ നിവേദനം. അതിനകത്ത് നമ്മൾ കാണുന്നു, ഓൺ ദ ഡേ ഓഫ് നഹർ 10th of Dhul Hijjah in the year prior to the Hajj of the Prophet, when Abu Bakr was a leader of pilgrims in that Hajj. അപ്പോൾ ഈ കബ പിടിച്ചെടുക്കുന്നതിന് മുന്നേ പോലും ഈ അബൂബക്കറൊക്കെ ഈ ബഹുദൈവ മതക്കാർക്കൊപ്പം ഇവരും ഹജ്ജ് തീർത്ഥാടനം നടത്തുമായിരുന്നു. ബഹുദൈവ മതക്കാർ നടത്തിയിരുന്ന തീർത്ഥാടനം ഇവരും നടത്തുമായിരുന്നു. ബഹുദൈവ മതക്കാർ വിഗ്രഹങ്ങൾ നിറഞ്ഞ കബക്കീറ്റും ബലം വെക്കും, ഇവരും വിഗ്രഹങ്ങൾ നിറഞ്ഞ കബക്കീറ്റും ബലം വെക്കും. ഈ പോകുന്ന മുസ്ലിങ്ങളിൽ ഖുറൈശികൾക്ക് തുണി ഉടുക്കാം, ഖുറൈശികളല്ലാത്തവർ തുണി വാടകയ്ക്കെടുക്കാം, അല്ലെങ്കിൽ തുണി ഉടുക്കാതെ ഈ കബയെ ബലം വെക്കണം. അതായത് പക്കാ പേഗനാചാരം മുസ്ലിങ്ങളും ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. ആ പേഗനാചാരം ഇസ്ലാമിലേക്ക് ഇന്ന് കടമെടുത്ത് ഇസ്ലാമികമാക്കി മാറ്റിയതാണ്. അന്ന് അബൂബക്കറാണ്
ഒരു അനൗൺസ്മെന്റ് നടത്തി, നോ പേഗൻ ഈസ് അലൗഡ് ടു പെർഫോം ഹജ്ജ് ആഫ്റ്റർ ദിസ് ഇയർ. ഈ വർഷത്തിന് ശേഷം ഒരു ബഹുദൈവ മതവിശ്വാസിയും ഹജ്ജ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനു മുന്നേ, ഈ മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ പോലും ഹജ്ജ് ചെയ്യുന്നതാരാ? ഈ ബഹുദൈവ മതവിശ്വാസികൾ. ഇറ്റ് വാസ് എ പേഗൻ റിച്വൽ. തെളിവ് നിങ്ങളുടെ ഗ്രന്ഥമാണ്, അല്ല ഞങ്ങളാരും എഴുതിയൊരു പുസ്തകമായിട്ട് വരികയല്ല. സെബാസ്റ്റ്യൻ മുന്നക്കൽ എഴുതിയ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് ഹജ്ജ് ഈസ് എ പേഗൻ റിച്വൽ, ഒരു ബഹുദൈവ മത പ്രാകൃത ആചാരമാണ് ഹജ്ജ് എന്ന്. സെബാസ്റ്റ്യൻ മുന്നക്കൽ എഴുതിയ പുസ്തകത്തിലല്ല പറയുന്നത്. ഹജ്ജ് വാസ് എ പേഗൻ റിച്വൽ എന്ന് അബൂ ഹുറൈറ എഴുതിയ നിവേദനത്തിനകത്ത് സഹീഹായ ഹദീസിനകത്താണ് പറയുന്നത്. ഇനി മുതൽ, അതായത് ഈ സൂറത്ത് തൗബ ഇറങ്ങിയ കാലത്താണ് ഈ പറയുന്നത്, ഇനി ഈ അടുത്ത വർഷം മുതൽ നിങ്ങൾ ഇനി ഹജ്ജ് ചെയ്യാൻ വരാൻ പാടില്ല. അപ്പോൾ അതിന് മുന്നേയുള്ള വർഷങ്ങളെല്ലാം മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ മുഹമ്മദിന്റെ വല്യുപ്പാപ്പ അടക്കം ഹജ്ജ് ചെയ്ത ആ പ്രാകൃത ഹജ്ജ് തന്നെയാണ് ഇപ്പൊ മുസ്ലിങ്ങൾ അവരെ മാറ്റിയിട്ട് എടുത്തിരിക്കുന്നത്. അതായത് ഇത്രയും കാലം ശബരിമല തീർത്ഥാടനം നടക്കുന്നു, സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ 18ാം പടിയിൽ മലക്ക് കയറുന്നു. നാളെ മുതൽ അള്ളാഹു ശരണം അയ്യപ്പ എന്ന് സ്വാമിയെ ശരണമായി അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മുതൽ മുസ്ലിങ്ങൾ പടി ചവിട്ടിയിട്ട് ഇനി മുതൽ ഹിന്ദുക്കൾ ഇവിടെ വരാൻ പാടില്ല, അള്ളാഹിനെ ആരാധിക്കുന്നവർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞാൽ എത്രത്തോളം വൈകൃതമാണോ ആ വൈകൃതമാണ് മുസ്ലിങ്ങൾ അവിടെ കാണിച്ചത്. ശബരിമല തീർത്ഥാടനം ഇസ്ലാം മതാചാരമായിട്ട് കടമെടുത്താൽ അതേപോലെ ഒരു പേഗൻ മതാചാര തീർത്ഥാടനം ഈ പറയുന്ന ഇസ്ലാമിക മതാചാരമായിട്ട് അവർ കടമെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചുമ്മാ ഒരു പേഗൻ തീർത്ഥാടനം എന്ന് പറയാൻ പോലെ ഒരു പ്രാകൃതമായ പേഗൻ തീർത്ഥാടനം, കാര്യം തുണി കൊടുക്കാതെ ആരാധിക്കുക എന്നൊക്കെ പറയുന്നൊരു പ്രാകൃത പേഗൻ തീർത്ഥാടനമാണ് ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായ തെളിവ് നിങ്ങൾക്ക് അവിടെ കണ്ടു കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, ഈ എന്തുകൊണ്ടാണ് ഈ കബക്ക് ഇത്രയും പ്രത്യേകത വന്ന് എന്താണ് ഇവർ ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ സീറത്തുൽ റസൂലുള്ളയുടെ ഇബ്നു ഇഷാഖ് എഴുതിയ സീറത്തുൽ റസൂലുള്ളയുടെ 35ാമത്തെ പേജ് ഒന്ന് മറിച്ചാൽ മതി. ഇബ്നു ഇഷാഖ് എഴുതിയ സീറത്തുൽ റസൂലുള്ള, മുഹമ്മദിന്റെ സീറ, ദ ബയോഗ്രഫി ഓഫ് മുഹമ്മദ്, സീറത്തുൽ റസൂലുള്ള ബൈ ഇബ്നു ഇഷാഖ്. ഇസ്ലാമിക പണ്ഡിതനായ ഇബ്നു ഇഷാഖ് എഴുതിയ മുഹമ്മദിന്റെ ആധികാരിക ജീവചരിത്രത്തിനകത്ത് പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കുക. അതിനകത്തെ 3ാമത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാം, 35ാമത്തെ പേജിലെ. They say that the beginning of the stone worship among the sons of Ishmael was when Mecca became too small for them and they wanted more room in the country. ഈ ഇബ്നു ഇഷാഖ് പറയുന്നത് ഈ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇബ്നു ഇഷാഖ് ക്ലെയിം ചെയ്യുന്നത് ഇസ്മായിലിന്റെ സന്തതികളെന്ന്, പക്ഷെ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇസ്മായിലിന്റെ സന്തതികളാണെന്ന് ഇബ്നു ഇഷാഖിന്റെ ക്ലെയിമാണ്. അത് പ്രൂവണല്ല, അതിന് യാതൊരു എവിഡൻസും ഇവർക്കില്ല. ഇസ്മായിൽ ജീവിച്ചിരുന്ന പാരാൻ മരുഭൂമിയിലാണെന്ന് മുഹമ്മദ് ജനിക്കുന്നതിനും ഖുറാൻ ഉണ്ടാകുന്നതിനും 1000 വർഷങ്ങൾക്ക് മോശ എഴുതിയ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ജീവിച്ചിരുന്ന പാരാൻ മരുഭൂമിയിലാണ്. മോശ ജീവിക്കുന്നത്, ഈ അബ്രഹാം ജീവിച്ച് 100-200 വർഷങ്ങൾക്ക് ശേഷമാണ് മോശ ജീവിച്ചിരിക്കുന്നത്. അപ്പം മോശയുടെ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്മായിൽ താമസിക്കുന്നത് പാരാൻ മരുഭൂമിയിലാണ്. അപ്പം അതിനുശേഷം ഇവരെല്ലാം കൂടെ മക്കയിലേക്ക് റെഫ്യൂജി ആയിട്ട് വന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. അത് ഇബ്നു ഇഷാഖിന്റെ ക്ലെയിം. പക്ഷെ മക്കൻ നിവാസികൾ, അത് കറക്റ്റാണ്. മക്കൽ നിവാസികളെ കുറിച്ച് പറയുന്നത് ആ നിവാസികൾ ഇസ്മായിലിന്റെ സന്തതിയാണെന്നുള്ള അദ്ദേഹത്തിന്റെ ക്ലെയിം ആണ്, എവിഡൻസ് ബേസ്ഡ് അല്ല. പക്ഷേ ഇബ്നു ഇഷാഖ് പറയുന്നത് മക്കയിലെ ആ ആളുകൾ എന്തായിരുന്നു, അവർ സ്റ്റോൺ വർഷിപ്പാണ് ചെയ്യുന്നത്, കല്ലിനെ ആരാധിക്കുന്നവരാ. ഹജറുൽ അസദിന്റെ മുമ്പിൽ പോയി വണങ്ങുന്നില്ലേ, ആ പരിപാടി, കല്ലിനെ ആരാധിക്കുന്നവരാണെന്നോ അവര്. എവരിവൺ ഹു ലെഫ്റ്റ് ദ ടൗൺ, മക്ക വിട്ടുപോയ എല്ലാ ആളുകളും took with him a stone from the sacred area. ഈ കബയുടെ അടുത്ത് നിന്ന് ഓരോ കല്ലും എടുത്തുകൊണ്ടാണ് മക്ക വിട്ടുപോയ എല്ലാ ആളുകളും പോയിരുന്നത്. അപ്പൊ ഈ കല്ലിനെ ആരാധിക്കുന്നവരായിരുന്നു, ഓരോരോ കല്ലുകളെ, ആ കബയുടെ അടുത്തുള്ള കല്ലുകളെ ആരാധിക്കുന്നവരായിരുന്നു പ്രധാനമായും മക്കൻ നിവാസികൾ. അവരവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ കല്ലിനെ എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യും, wherever they settled, they set it up and walked around it as they went around the Kaaba. അവർ ലോകത്തിൽ എവിടെ പോയി താമസിച്ചാലും അവർ ഈ കബയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ കല്ല് കൊണ്ടേ വെച്ചിട്ട് അതിനു ചുറ്റും നടന്നുകൊണ്ട് കബയെ എങ്ങനെ വലം വെക്കുമോ അങ്ങനെ വലം വെച്ച് അവർ ആരാധിക്കുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, 2 കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. കബയെ വലം വെച്ച് ആരാധിക്കുക എന്നുള്ളത് ഒരു വിഗ്രഹാരാധനയാണ്, ഒരു സ്റ്റോൺ വർഷിപ്പാണ്. ഗോട്ട് ഇറ്റ്? കബയെ വലം വെച്ച് ആരാധിക്കുന്നത് ഒരു വിഗ്രഹാരാധനയാണ്, ഒരു കല്ലാരാധനയാണ്. ഫാക്ട് നമ്പർ 1. ഫാക്ട് നമ്പർ 2, കബയെ വലം വെച്ച് ആരാധിക്കുന്ന ത്വവാഫ് എന്ന് പറയുന്ന ചടങ്ങ് പ്രാകൃത ബഹുദൈവ മതാചാര ചടങ്ങാണ്, അല്ലാതെ അബ്രഹാമിന്റെയോ ഇസഹാക്കിന്റെയോ യാക്കോബിന്റെയോ ദൈവത്തിന്റെ
ചടങ്ങല്ല, തൗറാത്തിലുള്ള ഇസ്രായേലിയുടെ ചടങ്ങല്ല, ദൈവിക കൽപ്പനയല്ല, പ്രാകൃത ബഹുദൈവ മതത്തിലെ ഒരു ആചാരമാണ് ഈ വെച്ചിരിക്കുന്ന കല്ലിന് ചുറ്റും നടക്കുക എന്നുള്ളത്. അപ്പൊ കബക്ക് ചുറ്റും നടന്ന് കബയെ നോക്കി നമസ്കരിക്കുന്നത് പോലെ ആ കല്ല് അവർ എവിടെ കൊണ്ട് വെച്ചാലും ആ കല്ലിന്റെ മുന്നിൽ അവർ നമസ്കരിക്കും. ഇന്ന് മുസ്ലിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം, കല്ലുകൊണ്ട് നമസ്കരിക്കുന്നതിന് പകരം കബയുടെ ഡിറക്ഷൻ കണക്കാക്കിയിട്ട് ആ ഡിറക്ഷനിലേക്ക് നോക്കി ഇന്നും നമസ്കരിച്ചുകൊണ്ടിരിക്കുക. അതായത് പ്രാകൃത പേഗൻസ് നടത്തിയിരുന്ന അതേ ആരാധന ഇന്നും മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ ചെയ്യുന്നത് കാര്യം, അവർ അന്ന് സ്റ്റോൺ വർഷിപ്പായിട്ട് ബന്ധപ്പെട്ട് ഈ കബയുടെ ഡിവൈൻ സ്റ്റോണിനെ, ഹജറുൽ അസദ് എന്ന ഈ കറുത്ത കല്ല് പ്രതിഷ്ഠിച്ച, മൂലക്ക് പ്രതിഷ്ഠിച്ച ആ ചതുര സ്തംഭത്തെ അവർ വണങ്ങി ആരാധിക്കുകയും അവർ എവിടെ പോയാലും അവിടെ നിന്നൊരു കല്ലെടുത്തുകൊണ്ട് പോയിട്ട് ആ കല്ല് വെച്ച് ആ കല്ലിന് ചുറ്റും നിന്ന് അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന സ്റ്റോൺ വർഷിപ്പേഴ്സ്, കല്ലാരാധകർ എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മുസ്ലിങ്ങള് മക്കയിൽ പോയി കല്ലെടുത്ത് കൊണ്ടുവരുന്നതിന് പകരം ഗൂഗിൾ മാപ്പ് നോക്കി അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം നോക്കി മക്കയുടെ ഡിറക്ഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഡിറക്ഷനിലിരിക്കുന്ന കല്ലിനെ ഇവിടെ നിന്ന് തന്നെ വണങ്ങി ആരാധിക്കുകയാണ് ചെയ്യുന്നത്. സെയിം. എന്നിട്ട് ഒരു ഓമന പേരും കിബില. സ്റ്റോൺ വർഷിപ്പിന് ഒരു ഓമന പേരിട്ട് വിളിക്കുന്നത് കിബില. ഇതും സെബാസ്റ്റ്യൻ മുന്നക്കൽ എഴുതിയ പുസ്തകമല്ല, ഇബ്നു ഇഷാഖ് എഴുതിയ സീറത്തുൽ റസൂലള്ളയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് അന്നത്തെ ചരിത്രം ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇസ്ലാമിക ചരിത്രകാരന്മാർ, മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട തവാഫ്, ഈ മക്കയിൽ ഇവർ ചെയ്യുന്ന ആരാധന, ഇതെല്ലാം വിഗ്രഹാരാധനയാണ്, കല്ലാരാധനയാണ്, സ്റ്റോൺ വർഷിപ്പാണ്. അതന്ന് പാഗൻസ് ചെയ്തിരുന്നു. ഇന്ന് പല കല്ലിന് പകരം ഒരു കല്ല് മാത്രം വെച്ചുകൊണ്ട് മുസ്ലിങ്ങളും ആ സ്റ്റോൺ വർഷിപ്പ് ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമില്ലെങ്കിൽ ഈ പടം കണ്ടാൽ മനസ്സിലാകും. ഈ നടുക്കിരിക്കുന്ന ഈ ഒരു സാധനം കണ്ട 3 പോലീസുകാരെ വട്ടന്നിരിക്കുന്ന ആ സാധനമാണ് ഈ പറയുന്ന കബയിലെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട കല്ല്. അന്ന് ബഹുദൈവ മത ക്ഷേത്രമായിരുന്ന കാലത്ത് ഖുറൈശികൾ പ്രതിഷ്ഠിച്ചതാണ്. ആ കല്ല് പൊളിഞ്ഞു പോയിട്ട് പിന്നെടുത്ത് അറബികൾ ഇപ്പോൾ പ്രതിഷ്ഠിച്ചാണ് ഇത്. പക്ഷെ പണ്ട് ഖുറൈശികൾ ബഹുദൈവ ക്ഷേത്രത്തിലെ കല്ലുകൾ പ്രതിഷ്ഠിച്ചപ്പോൾ മുഹമ്മദും ഈ കല്ല് പ്രതിഷ്ഠിക്കുന്നതിന് മുഹമ്മദും പങ്കാളിയായിരുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക ഹദീസുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ കല്ലിനെ ചുറ്റും നിന്ന് നമസ്കരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് പച്ചയായ വിഗ്രഹാരാധനയാണ് കബയിൽ ഇവർ നടത്തുന്നതെന്ന് കൃത്യമായ തെളിവിൽ ഇവരുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞ തെളിവ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അപ്പൊ തവാഫ്, ഈ വിഗ്രഹത്തിന് ചുറ്റും നടക്കുക, ഈ കല്ലിന് ചുറ്റും നടന്ന സ്റ്റോൺ വർഷിപ്പ് നടത്തുന്ന പ്രാകൃത തവാഫ് ഇന്നും പല പല ഓമന പേരിട്ട് ഈ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട, ഉംറയുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തവാഫ് പ്രാകൃത ബഹുദൈവ മതാചാരമാണ്, അല്ലാതെ അബ്രഹാമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. ഇന്ന് ഉംറയുടെ രണ്ടാമത്തെ ചടങ്ങ്, ഹജ്ജിന്റെ പ്രാരംഭകർമ്മമായ ഉംറയുടെ രണ്ടാമത്തെ ചടങ്ങ് സായ്. ഈ സായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫ മർവ കുന്നുകൾക്കിടയിലുള്ള ഓട്ടമാണ് ഈ സായ് എന്ന് പറയുന്നത്. സഫായ മർവ കുന്നുകൾക്കിടയിലുള്ള ഓട്ടം. ഇത് എവിടെ നിന്നാ വന്നത്? നമുക്കൊരു ഹദീസ് വായിക്കാം. സഹീഹുൽ ബുഖാരി 4496, 4496, ബുക്ക് നമ്പർ 65, ഹദീസ് നമ്പർ 23, നരേറ്റഡ് ബൈ അസിം ഇബ്നു സുലൈമാൻ. അസിം ഇബ്നു സുലൈമാൻ നിവേദനം. ഐ ആസ്ക്ഡ് അനസ് ഇബ്നു മാലിക് അബൌട്ട് സഫ ആൻഡ് മർവ. ഞാൻ അനസ് ഇബ്നു മാലിക്കിനോട് സഫ മർവ കുന്നുകളെ കുറിച്ച് ചോദിച്ചു. അനസ് റിപ്ലൈഡ്, അനസ് ഇപ്രകാരം മറുപടി പറഞ്ഞു, വി യൂസ്ഡ് ടു കൺസിഡർ, ഞങ്ങൾ ഈ സഫ മർവ കുന്നുകളെ കൺസിഡർ ചെയ്തിരുന്നത്, കരുതിയിരുന്നത് ആസ് എ കസ്റ്റം ഓഫ് ദ പ്രീ ഇസ്ലാമിക് പീരീഡ് ഓഫ് ഇഗ്നോറൻസ്. ഈ സഫ മർവ കുന്നുകളുടെ ഇടയിലുള്ള ഓട്ടം ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് അത് ജാഹിലിയ കാലത്തെ പ്രാകൃത പേഗൻ ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. വി ഗേവ് അപ്പ് ഗോയിങ് അറൌണ്ട് ദം. ഞങ്ങൾ മുസ്ലിം ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പ്രാകൃത ബഹുദൈവ മതാചാരം ഞങ്ങൾ ഉപേക്ഷിച്ചു. ദെൻ അള്ളാഹ് റിവീൽഡ്. അങ്ങനെ ഈ ബഹുദൈവ മതാചാരം, ഈ ബഹുദൈവ മതം വിട്ട് ഇസ്ലാമായ ഈ അനസ് ഇബ്നു മാലിക്കും അന്നത്തെ മുസ്ലിങ്ങളും മുസ്ലിം ആയി കഴിഞ്ഞപ്പോൾ ഈ സഫ മർവ കുന്നുകളുടെ ഇടയിൽ നടത്തുന്ന ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഓട്ടം അവർ ഉപേക്ഷിച്ചു. കാര്യം അവർ ബഹുദൈവ മതം വിട്ടല്ലോ, മുസ്ലിം ആയല്ലോ, ഇനി ബഹുദൈവ മതത്തിൽ ചടങ്ങ് ചെയ്യണ്ടല്ലോ, അവർ ഉപേക്ഷിച്ചു. അപ്പൊ തന്നെ അള്ളാഹു ആയത്തിറക്കി, വെരിലി ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സഫ ആൻഡ് മർവ ആർ എമംഗ് ദ സിംബിൾസ് ഓഫ് അള്ളാഹ്. അത് അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്, ഇനിയും ഓടിക്കോ. അതായത് പ്രാകൃത ബഹുദൈവ മതാചാര പ്രകാരം അവർ ചെയ്തുകൊണ്ടിരുന്ന ചടങ്ങ് അള്ളാഹുവിന്റെ അത് ഇപ്പൊ കൽപ്പന വന്നു, ആ 2 കുന്നും ഞമ്മന്റെ അടയാളമാണ്, ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓടാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ശബരിമലയില് അയ്യപ്പനെ കാണാൻ 18-ാം പടി എടുത്ത വ്രതശുദ്ധിയോടെ ഹിന്ദുക്കൾ പോകുന്നു.
നാളെ മുസ്ലിങ്ങൾ പ്രഖ്യാപിക്കുക ശബരിമലയിൽ കയറുന്ന ഇസ്ലാമിക ചടങ്ങാണ്, ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ 18-ാം പടി കയറി മുസ്ലിങ്ങൾ ഈ പറയുന്ന ശബരിമലയിൽ ചെന്നാൽ അതപ്പോഴും ഹിന്ദു മതാചാരം തന്നെയല്ലേ? ഇവരെന്ത് പേരിട്ട് വിളിച്ചാലും, അയ്യപ്പനെ മാറ്റി സ്വാമിയെ എന്താ പറയുക, സ്വാമിയെ അള്ളാഹു എന്ന് പറഞ്ഞാലും, സ്വാമി അയ്യപ്പനൊരു സ്വാമി അള്ളാഹു എന്ന് പറഞ്ഞാലും അത് ഹിന്ദു മതാചാരം തന്നെയല്ലേ ചെയ്യുന്നത്? ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമല ചെന്ന് അത് അപ്പോഴും ഹിന്ദു മതാചാരം തന്നെയല്ലേ? ഇതുപോലെ ഇവരുടെ ബഹുദൈവ മതത്തിലെ ആചാരമായിരുന്നു സഫ മർവ കുന്നുകൾക്കിടയിലൂടെ ഓടുക. കാര്യം ആ ഓട്ടത്തിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. മനാത്തിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ഇവർ ഓട്ടം ഓടുന്നതൊക്കെ. അപ്പോൾ ഈ ബഹുദൈവ മതത്തിലെ ദേവീ ദേവന്മാരുടെ പ്രതിമകളുമായിട്ട് ബന്ധപ്പെട്ട സഫ മർവ കുന്നുകളുടെ ഇടയിലുള്ള ഓട്ടം മുസ്ലിങ്ങളായപ്പോൾ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചു. പക്ഷെ അള്ളാഹു സമ്മതിച്ചില്ല. കാര്യം മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാകൃത ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ, ഈ മതാചാരങ്ങൾ, അവരുടെ പേഗൻ മതത്തിലെ ആചാരങ്ങൾ. അപ്പോൾ അവർ ഉപേക്ഷിച്ചിട്ടും മുഹമ്മദ് സമ്മതിച്ചില്ല. മുഹമ്മദ് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഓടാം, കാര്യം ഇന്നു മുതൽ സഫ മർവ കുന്നുകൾ എൻ്റെ അടയാളങ്ങളാണെന്ന് അള്ളാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് പറഞ്ഞപ്പോൾ ഇവര് ആ ബഹുദൈവ മതാചാരം വീണ്ടും വന്നു. ഇതൊന്നും അറിയാതെ കേരളത്തിൽ നിന്ന് ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസിയായ സൈദി ബിൻ ജോർജ് മതം മാറിയിട്ട് അവിടെ പോയിട്ട് പഴയ പേഗൻ ആചാര പ്രകാരം സഫ മർവ കുന്നുകളുടെ ഇടയിലൂടെ ഓടുക സൈദി ബിൻ ജോർജ്. എന്ത് കഷ്ടമാണ് നോക്കണേ. മുഹമ്മദ് ഈസ പെരുമ്പാവൂർ സത്യദൈവത്തെ, ഒരു വിഗ്രഹവുമില്ലാതെ സത്യദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ലാസർ യോഹന്നാൻ എന്ന മുഹമ്മദ് ഈസ ഇസ്ലാം മതത്തിൽ കയറിയതിനു ശേഷം ഈ പറയുന്ന മക്കയിലേക്ക് വിമാനം പിടിച്ചു പോയിട്ട് അവിടെ ചെന്നിട്ട് അന്ന് മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ ഉള്ള പ്രാകൃത ബഹുദൈവ മതാചാരത്തില് ദേവീ ദേവന്മാരെ സ്തുതിക്കുന്നതിന് വേണ്ടിയും ആരാധിക്കുന്നതിന് വേണ്ടിയും അവർ നടത്തിയിരുന്ന സഫാ മർവ കുന്നുകളുടെ ഓട്ടം കേരളത്തിൽ മര്യാദക്ക് സത്യദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ ലാസർ യോഹന്നാൻ പേരും മാറ്റി വെച്ച് വിമാനം പിടിച്ചു പോയിട്ട് അവിടെ ഇരുന്ന് പ്രാകൃത പേഗൻ ആചാരം അനുഷ്ഠിക്കുക. നാണാവില്ലേ നിങ്ങൾക്ക്? വിവരമില്ലാഞ്ഞിട്ടാണിക്കാനേ വഴിയുള്ളൂ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യരാരെങ്കിലും ഇങ്ങനെ പോയി ഓടൂ. അപ്പൊ ഇതാണ് അവസ്ഥ, ഇതാണ് ഇവരുടെ ആചാരങ്ങൾ. അപ്പോൾ സായി എന്ന് പറയുന്ന പേഗൻ ആചാരം, സഫാ മർവ കുന്നുകളിടയിൽ ഓടുന്ന ആചാരം നൈസായിട്ട് മുഹമ്മദ് അത് കടമെടുത്തു. പ്രാകൃത പേഗൻ മതത്തിലെ ഹജ്ജിന്റെ ഭാഗമായിരുന്നു അത്. ആ തൊവാഫും സായിയും ഹജ്ജിന്റെ ഭാഗമായിട്ട് ഇന്നും ഇസ്ലാമിൽ നിലനിൽക്കുന്നു. ഇറ്റ് ഈസ് പ്രൊക്ലൈമിംഗ് വൺ തിങ്. ഈ പ്രാകൃത ബഹുദൈവ മതാചാരങ്ങൾ ഇന്നും ഇസ്ലാമിൽ നിൽക്കുന്ന വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ഇസ്ലാം എന്നത് യഥാർത്ഥ ഏക സത്യദൈവത്തെ ആരാധിക്കുന്നതോ അബ്രഹാമിന്റെ വിശ്വാസമോ മോശയുടെ വിശ്വാസമോ അല്ല. ഇസ്ലാം എന്നത് അന്നത്തെ പ്രാകൃത ബഹുദൈവ മതാചാരത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്, അല്ലാതെ സത്യദൈവത്തെ ആരാധിക്കുന്നവരല്ല. എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് ഏക സത്യദൈവത്തെ ആരാധിക്കണമെങ്കിൽ നിങ്ങൾ ഈ മനാത്തിന്റെയും മുസൈയുടെയും ഇടയ്ക്ക് കിടന്ന സഫാ മർവ കുന്നുകളുടെ ഇടയിൽ ഓടിയാൽ ഏക സത്യദൈവത്തെ അല്ല ആരാധിക്കുന്നത്. ഒരു പ്രാകൃത ബഹുദൈവ മതാരാധകനാണ് ആയിത്തീരുന്നത്. സത്യദൈവത്തെ ആരാധിക്കണം. അബ്രഹാം ആരാധിച്ച, ഇസഹാക്ക് ആരാധിച്ച, യാക്കോബ് ആരാധിച്ച, മോശയെ ആരാധിച്ച യാഹുവേ എന്ന സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോഴാണ് ഏകദൈവ ആരാധകരാകുന്നത്. അതായത് ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് കൊടിയ ശിർക്ക് മാത്രം ചെയ്യുന്ന ഹജ്ജ് കർമ്മമാണ് ഈ മുസ്ലിങ്ങൾ ഇന്നും അനുഷ്ഠിക്കുന്ന നമ്മുടെ സയ്യിദ് ഇബ്നു ജോർജും അനുഷ്ഠിക്കുന്നത്. ഇനിയും തെളിവ് തരാം. സഹീഹ് അൽ ബുഖാരി അതിന്റെ 4495 ഹദീസ്. തൊട്ടു മുന്നേ വായിച്ചത് 96 ഹദീസ്, ഇപ്പൊ വായിക്കുന്നത് 4495 ഹദീസ്. ആ ഹദീസിനകത്ത് നമ്മൾ എന്താ വായിക്കുന്നത്? narrated by Urwa നിവേദനം. I said to Aisha, the wife of Prophet, and I was that time a young boy. ഞാനൊരു ചെറിയ പയ്യനായിരുന്ന കാലത്ത് ഞാൻ ആയിഷയോട്, മുഹമ്മദിന്റെ ഭാര്യയായ ആയിഷയോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു. How do you interpret the statement of Allah? Verily Safa and Marwa are among the symbols of Allah. ആയിഷയെ, താങ്കൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നത്? സഫ മർവ കുന്നുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ് എന്ന ഈ ആയത്ത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? So it is not harmful of those who perform the Hajj to the house of Allah or perform Umrah to ambulate tawaf between them. അപ്പോൾ സഫ മർവ കുന്നുകളുടെ ഇടയിൽ ഓടുന്നത് അപ്പോൾ നമുക്ക് തെറ്റെന്ന് പറയാൻ സാധിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ Aisha said, your interpretation is wrong. As you say, the words should have been, so it is not harmful of those who perform Hajj or Umrah to the house not to ambulate tawaf between them. അപ്പോൾ ഇതിന്റെ പക്ഷെ നീ പറയുന്ന തെറ്റാണ്, അങ്ങനെയായിരുന്നില്ല വരേണ്ടിയിരുന്നത്. ആയിഷ പറയാണ്,
ഈ ആയത്തെടുത്തിട്ട്, അതായത് ഹൗ ഡു യു ഇന്റർപ്രറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ ഈ വാക്കുകളെ ആയിഷയെ താങ്കൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നാണ് ആയിഷയോട് ചോദിക്കുന്നത്. വെർലി സഫാൻ മർവ ആർ അമംഗ് ദ സിംബൽസ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ് സഫ മർവ കുന്നുകൾ എന്ന ആയത്തെടുത്തിട്ട് ഇദ്ദേഹം ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ സോ ഇറ്റ് ഈസ് നോട്ട് ഹാംഫുൾ, അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റല്ലല്ലോ, of those who perform the hajj to the house of Allah or perform the umrah to ambulate tawaf between them, അതായത് സഫാൻ മർവ. അങ്ങനെയാണെങ്കിൽ ഈ ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരും ഈ സഫാ മർവ കുന്നുകളുടെ ഇടയിൽ ഓടുന്നത്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സഫാ മർവ കുന്നുകളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് തെറ്റല്ലല്ലോ, അതെങ്ങനെയാണ് ഹാമാകുന്നത്, എങ്ങനെയാണ് തെറ്റാകുന്നത്? അള്ളാഹു പറഞ്ഞില്ലേ സഫാ മർവ കുന്നുകൾ അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്, അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ ഓടുന്നത് എങ്ങനെ തെറ്റാകും എന്ന് ആയിഷയോട് ചോദിച്ചപ്പോൾ ആയിഷ പറയുക, Aisha said, your interpretation is wrong, for as you say, the verse should have been. അള്ളാഹു ഇറക്കിയപ്പോൾ ചെറിയൊരു അള്ളാഹുവിന് പറ്റി, കാര്യം മുഹമ്മദിന് പറ്റിയ അബദ്ധങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എന്താ പറയുക, കൂടെ കിടക്കണമെന്നല്ല ഒരു ആപ്പനി അറിയൂ എന്ന് പറയുന്ന പോലെ മുഹമ്മദിന് പറ്റിയ കയ്യബദ്ധം ആളുകളെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ആയിഷക്കാണല്ലോ. അതുകൊണ്ട് ആയിഷ പറയുക, ആയത്തിറക്കിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അള്ളാഹുവിനും മുഹമ്മദിനും. യുവർ ഇന്റർപ്രിട്ടേഷൻ ഇസ് റോങ്, ഫോർ ആസ് യു സേ ദ വേർഡ് ഷുഡ് ഹാവ് ബീൻ, so it is not harmful of those who perform the hajj or umrah to the house not to ambulate between them. The verse was revealed in the collection with the Ansar, who during the pre-Islamic period used to visit Manath, an idol, after assuming their ihram, and it was situated near the Kubai, the place at the Mecca, and they used to regard it as sinful to ambulate between Safa and Marwa after embracing Islam. ആയിഷ പറയുക, പണ്ട് ഈ സഫാ മർവ കുന്നുകളുടെ ഇടയിൽ ഓടുന്നത് മനാത്തിന്റെ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മനാത്തിന്റെ പ്രതിമയുടെ ഇഹ്റമുമായിട്ട് ബന്ധപ്പെട്ടാണ്, മനാത്തിന്റെ പ്രതിമയുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവര് സഫാ മർവ കുന്നുകളുടെ ഇടയിലൂടെ ഓടിയിരുന്നത്, അല്ലാതെ അബ്രഹാം ഹാജിരയായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ സഫാ മർവ കുന്നുകളുടെ ഇടയിലൂടെ അവർ ഓടിയത് ഈ മനാത്തുമായിട്ട് ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ മോളായി അവർ ആരാധിച്ചിരുന്ന മനാത്ത് ദേവതയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് അവർ വിചാരിച്ചു. ആഫ്റ്റർ എംബ്രേസിങ് ഇസ്ലാം അവര് അങ്ങനെ ഓടുന്ന കാര്യം, അങ്ങനെ ഓടേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു ഹിന്ദുമതം വിട്ട് മുസ്ലിമായ ഒരാൾ വീണ്ടും ശബരിമലക്ക് പോകണമെന്ന് പറഞ്ഞാൽ ശരിയാവൂ? അപ്പോൾ വിട്ടു പോകുന്നവനൊരു വെളിവുണ്ടല്ലോ. ഈ വിടിച്ച മുഹമ്മദിന് വെളിയില്ലെങ്കിലും മതം വിട്ട് പോകുന്നവനൊരു വെളിവുണ്ടല്ലോ. ഹിന്ദുമതം വിട്ട് പോന്നു കഴിയുമ്പോൾ മൊയിലേര് പറയാ, അടുത്ത വർഷം നിങ്ങൾ മാലയിട്ട ശബരിമലക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഈ വന്നവൻ ചോദിക്കും. ഇപ്പൊ സൈദ് ബിൻ ജോർജിനോട് മൊയിലേര് പറയാ, സൈദേ അടുത്ത വർഷം നീ പോയി എന്താ പറയുക അങ്കമാലിയിൽ നമ്മുടെ കാലടിയിൽ നീ പോയിട്ട് മുത്തപ്പന മല കയറാൻ പറഞ്ഞാൽ സൈദ് എന്ത് ചെയ്യും? ഞാൻ കയറൂല എന്ന് പറയും. ഇതുപോലെ ഈ പറയുന്ന മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്ന, ഈ പേഗൻ മതത്തിൽ ഇസ്ലാം മതത്തിലേക്ക് വന്ന ആളുകൾക്ക് ഈ സഫാ മർവ കുന്നുകളുടെ ഇടയിൽ വീണ്ടും ഓടാൻ അവർക്ക് മനസ്സായില്ല. അപ്പോഴാണ് ഈ ആയത്തിറക്കിയത്, സഫാ മർവ കുന്നുകൾ among the symbols of Allah, so it is not harmful of those who perform hajj of the house or perform umrah to ambulate between them. അതുകൊണ്ട് അങ്ങനെ ആയത്തിറക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ വ്യാഖ്യാനിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഈ ചടങ്ങ് എവിടെ നിന്ന് വന്നാണ്? അബ്രഹാമിന്റെ കഥയാണോ? ഇബ്രാഹിമിന്റെ കഥയാണോ? അല്ല. ഹാജറയുടെ കഥയാണോ? അല്ല. ഹാഗറിന്റെയോ അബ്രഹാമിന്റെയോ കഥയല്ല. ഈ കഥ വന്നിരിക്കുന്നത് മനാത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഇസായ്. ഇന്നും പാവം മുസ്ലിങ്ങൾ ഈ മനാത്തിനെ ആരാധിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പാവം മുസ്ലിങ്ങൾ വിചാരിക്കണം എന്താ, അള്ളാനെ ആരാധിക്കുന്നു. പക്ഷെ ആരാധിക്കുന്ന ആരെയാ? അള്ളാനെയും അള്ളാന്റെ മോളെയൊക്കെയാണ് ഈ ആരാധിക്കുന്നത്. മനാത്തിന്റെ ആരാധനയാണ് സഫാ മർവ കുന്നുകളിടയിലുള്ള ഓട്ടം. അതിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവര് ഈ ഉംറയ്ക്ക് ശേഷം ഒരു ഹജ്ജിന്റെ ചടങ്ങ് ആരംഭിക്കുമ്പോൾ എട്ടാമത്തെ ദുൽഹിജയിലെ എട്ടാമത്തെ അന്ന് ഇവര് ഈ പറയുന്ന ഹജ്ജിന്റെ ആക്ച്വൽ ചടങ്ങുകൾ തുടങ്ങാൻ നേരത്ത് അന്ന് മുതൽ അവർക്ക് ഷേവ് ചെയ്യാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല, സെക്ഷൽ റിലേഷൻസ് പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം വിചാരിക്കും എന്ത് മനോഹരമായ ആചാരങ്ങൾ. ഓക്കെ, ഗുഡ്. ഇതൊക്കെ എവിടെ നിന്ന് വന്നാന്ന് ഓർത്താ? റമദാൻ വ്രതം എടുക്കുമ്പോൾ പോലും സെക്സ് ചെയ്യാം. ആയിഷയുടെ ഉറിഞ്ചി കുടിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാം. പക്ഷെ ഈ കബക്കേറ്റ് മലം വെക്കുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ല. അപ്പം എന്തൊരു വശപ്പശുണ്ടോ? റമദാൻ എന്ന് പറയുന്ന വിശുദ്ധിയുടെ മാസത്തിൽ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് വിശുദ്ധിയെ കരുതുമ്പോൾ സെക്സ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് ഈ ഹജ്ജ് ചെയ്യുമ്പോൾ മാത്രം സെക്സ് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതിന് എന്തൊക്കെയോ ഒരു വശപ്പശുണ്ട്. ആ വശപ്പശു എന്താണെന്ന് അറിയണമെങ്കിൽ ഈ സെക്സ് ചെയ്യാൻ പാടില്ലെന്നുള്ളതും ഷേവ് ചെയ്യാൻ പാടില്ലെന്നുള്ളതൊക്കെ എവിടെ നിന്ന് വന്നതാണ് എന്ന് നിങ്ങളറിയണം. മുഹമ്മദിന്റെ ജീവചരിത്രത്തിൽ സീറത്തുൽ റസൂലുള്ളയിൽ അതിൻ്റെ 39-ാമത്തെ പേജിൽ ഇബ്നു ഇഷാഖിന്റെ സീറത്തുൽ റസൂലുള്ളയുടെ 39-ാമത്തെ പേജ് എടുത്താൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും.
when they had made the compass of Kaaba and hastened them from Arafah, അറഫയിൽ നിന്ന് കബയിലെ ദിശ കൃത്യമായിട്ട് എടുത്ത് അവർ കബയിലേക്ക് പുറപ്പെടാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, ആൻഡ് കംപ്ലീറ്റഡ് ദ റൈറ്റ്സ് അറ്റ് മിന, മിനയിലെ ചടങ്ങുകൾ പൂർത്തീകരിച്ചു. ഇതെല്ലാം പ്രാകൃത മതാചാരത്തിന്റെ കാര്യം പറഞ്ഞത് വിചാരിക്കണം. അല്ലാതെ മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നെയാണ് പേജ് നമ്പർ 39 വരുന്നത്. മുഹമ്മദ് ജനിച്ചിട്ട് പോലും ഇല്ല. അതിന് മുമ്പുള്ള കാലത്തെ ഹജ്ജ് ചടങ്ങ് വിശദീകരിക്കുകയാണ്. മിനയിലെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് അറഫയിൽ നിന്ന് കബയിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, they did not shave their hair until they go to Manath, to whom they would cry labiyaki. അതായത് ഇവര് ഹജ്ജ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മിനയിലെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ഇവര് കബയിലേക്ക് പോകാൻ വേണ്ടി അറഫയിൽ നിന്ന്, അറഫാ സംഗമം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അറഫയിൽ നിന്ന് ഇവര് കബയിലേക്ക് പോകാൻ വേണ്ടി ഇവര് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷേവ് ചെയ്യാൻ പാടില്ല കബയിലെത്തുന്നവരെ. എന്തു വേണ്ടിയാ? എവിടം വരെയാ? മനാത്തിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ച്, ഈ എന്താ പറയുക, നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ ഷേവ് ചെയ്യത്തില്ലല്ലോ, താടി വളർത്തും, എന്നിട്ട് കെട്ടഴിക്കുമ്പോഴാണ് പിന്നെ ഷേവ് ചെയ്യുന്നത്. ഇതുപോലെ ഇവരുടെ കെട്ടഴിക്കുന്ന ചടങ്ങ് മനാത്തിന്റെ അടുക്കൽ ചെന്നാണ് ഹജ്ജ് പൂർത്തീകരിക്കുന്നത്. സഫാ മർവ കുന്നുകളുടെ ഇടയിൽ ഓടി മനാത്തിന്റെ അടുക്കൽ വന്ന് ഇതെല്ലാം അവസാനിപ്പിക്കുമ്പോൾ ഷേവ് ചെയ്യാം. അതുവരെ ഷേവ് ചെയ്യാൻ പാടില്ല. ഇന്നും പാവത്തങ്ങൾ ഷേവ് ചെയ്യാതെ ആ 54 ഡിഗ്രി ചൂടത്ത് ഷേവ് പോലും ചെയ്യാതെ അവിടെ നൈസായിട്ട് കൂടാരത്തിൽ കിടന്ന് വേവുകയാണ്. 1000 പേര് പറ്റി ഈ വർഷം മരിച്ചു. പോട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര പേഗൻ ആചാരമാണ് ഇന്നും മുസ്ലിങ്ങൾ. ഷേവ് ചെയ്യരുതെന്ന് പറയുന്നത് പോലും കൃത്യമായ ഇസ്ലാമിക ആചാരമാണ്, കൃത്യമായ പേഗനാചാരമാണ്. അത് ഇസ്ലാമിലേക്ക് വന്നതാ. അത് മനാത്തിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേണം ഷേവ് ചെയ്യാൻ. അതുവരെ ഷേവ് ചെയ്യാൻ പാടില്ല. ഇന്ന് മനാത്ത് മാത്രം മാറി ആ ആചാരങ്ങളെല്ലാം അതേപടി നിലനിൽക്കുകയാണ് ഇസ്ലാമിൽ ചെയ്യുന്നത്. ഇനി ഈ സീറത്ത് റസൂലുള്ളാഹിയുടെ 37-ാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഖുറൈശികളുടെ ആചാരം പറയുന്നുണ്ട്. ഖുറൈശ് had an idol by a well in the middle of the Kaaba. കബയുടെ ഉള്ളിൽ പണ്ടൊരു കിണറുണ്ടായിരുന്നു. ആ കിണറിന്റെ ഒത്ത മധ്യത്തിൽ തന്നെ, കിണറിന്റെ അടുത്ത് തന്നെ കബയുടെ മധ്യത്തിലായിട്ട് ഹുബലിന്റെ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു. They adopted Isaf and Naila by a place of Samsam, sacrificing beside them. ഈ ഹുബലിന്റെ പ്രതിമ ഈ അന്നത്തെ മക്കയുടെയും കബയുടെ ആ ഒരു സ്ട്രക്ചർ പറയുമ്പോൾ കബയുടെ ഒത്ത മധ്യത്തിൽ ഹുബലിന്റെ പ്രതിമയുണ്ടായിരുന്നു. അവിടെ ഒരു വെല്ലുണ്ടായിരുന്നു കബയുടെ മധ്യത്തിൽ, അതിനടുത്ത് ഒരു ഹുബലിന്റെ പ്രതിമയുണ്ടായിരുന്നു. ഇത് കൂടാതെ ഇസാഫും നൈലയും എന്ന് പറയുന്ന 2 പ്രതിമകൾ ഉണ്ടായിരുന്നു. 2 ദേവീദേവന്മാർ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ബൈ ദ പ്ലേസ് ഓഫ് സംസം, സംസമിനടുത്ത്. ഇന്ന് സംസം എന്ന് പറയുന്നില്ലേ, ഈ സംസവും ഹാഗറുമായിട്ടൊന്ന് അടുത്ത ബന്ധം പോലെ. സംസം ആരുടെ ആയിരുന്നു? നൈലയുടെയും ഇസാഫിന്റെയും ആയിരുന്നു സംസം. ഈ സംസം കിണറിനടുത്ത് വെച്ച്, നൈലയുടെയും ഇസാഫിന്റെയും സംസം കിണറിനടുത്ത് വെച്ചാണ് ഇവർ ബലി മുഴുവൻ നടത്തിയിരുന്നത്. ഈ നൈലയും ഇസാഫും ആരായിരുന്നു? ദേവീദേവന്മാരായിരുന്നു. ഒന്ന് വായിച്ചു നോക്ക്. ദേ വർ എ മാൻ ആൻഡ് എ വുമൺ ഓഫ് ജുർഹം. അവരുടെ നൈല ബിൻ ദിക്ക്, അതുപോലെ തന്നെ ഇസാഫ് ബിൻ ബാഹി. ഇവര് ജുർഹം എന്താ പറയുക ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. ഹു വർ ഗിൽറ്റി ഓഫ് സെക്ഷൽ റിലേഷൻസ് ഇൻ ദ കബ. കബയിൽ വെച്ച് സെക്ഷൽ റിലേഷൻസ് നടത്തി. അതായത് ഈ പറയുന്ന ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് ഇവര് ലൈംഗിക ബന്ധം നടത്തി എന്ന പേരിൽ പിടിച്ചിട്ട്, ആൻഡ് ഗോഡ് ട്രാൻസ്ഫർ ദം ടു 2 stones. അവരെ എന്നിട്ട് അള്ളാഹു 2 കല്ലാക്കി മാറ്റിയെന്നാണ് വിശ്വാസം. ഈ കല്ല് നിന്നിരുന്ന സ്ഥലമാണ്, അവിടെ ഒരു കിണറുണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഇവര് ഈ എന്താ പറയുക ബലിയെല്ലാം അർപ്പിക്കുന്നത്. ആ കിണറിന്റെ പേരാണ് സംസം. അല്ലാതെ ഹാഗറുമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവും ഇല്ല. അതൊക്കെ മുഹമ്മദ് പറഞ്ഞുണ്ടാക്കിയതാണ്. മുഹമ്മദിന് മുമ്പുള്ള സംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബയിൽ വെച്ച് ലൈംഗിക ബന്ധം നടത്തിയതിന് അള്ളാഹു ശപിച്ച് കല്ലാക്കി മാറ്റിയ ആ ഇസാഫിന്റെയും നൈലയുടെയും പ്രതിമ നിൽക്കുന്ന സ്ഥലമാണ് സംസം കിണർ എന്ന് പറയുന്നത്. ആ കിണറ്റിന്റെ അവിടെ വെച്ച് ഈ പ്രതിമയുടെ മുമ്പിൽ വെച്ചാണ് ഇവർ യാഗമെല്ലാം അർപ്പിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലേ? ഹജ്ജ് കാലത്ത്, ഈ റമദാൻ വ്രതകാലത്ത് പോലും ലൈംഗിക ബന്ധം നിഷിദ്ധമല്ല. ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അവിടെ കബയിൽ അത് നിഷിദ്ധമാണ്. അത് ആരുടെ ആചാരമായിരുന്നു? പ്രാകൃത ബഹുദൈവ മതത്തിലെ ആചാരമായിരുന്നു. അത് തെറ്റിച്ചതിന് ആ ബഹുദൈവ മതത്തിലെ ഒരു ദേവനായ അള്ളാഹു ശിക്ഷിച്ച് കല്ലാക്കി മാറ്റിയ നൈലയുടെയും ഇസാഫിന്റെയും പ്രതിമ ആ കല്ലുകളുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു കിണറാണ് സംസം കിണറെന്ന് പറഞ്ഞ് പോയി എന്താ പറയുക വെള്ളവും കുപ്പിയിലാക്കിക്കൊണ്ട് ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ പൊന്ന് മുസ്ലിങ്ങളെ, കേരളത്തിലെ മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആരാധിക്കുന്ന ഇവിടെ എന്തോരം ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ എന്താ പറയുക, നമുക്ക് ശബരിമലയുണ്ട്, പത്മനാഭി സ്വാമി, എന്തിനീ ഈ പറയുന്ന വിമാനം
വിമാനം പിടിച്ച് കണ്ട അറബികളുടെ ക്ഷേത്രത്തിൽ പോയിട്ട് അവരുടെ എന്താ പറയുക കല്ലായിപ്പോയ നമ്മുടെ ശ്രീരാമൻ കല്ലായിപ്പോയ ആളെ മോചിപ്പിച്ചില്ലേ, ഇതേപോലെ കല്ലായി കിടക്കുന്ന 2 സ്ത്രീ പുരുഷന്മാരുടെ അവരുടെ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കേരളത്തിലേക്ക് വിശുദ്ധിയില്ലാന്ന് പറഞ്ഞ് കൊണ്ടുവരണേക്കാ ഭേദം ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുളത്തിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് പറഞ്ഞല്ലേ. നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം, വിമാനക്കാശെങ്കിലും ലാഭിക്കാം. ഗവൺമെന്റ് ചിന്തിക്കാവുന്ന ഒരു വഴിയാണ് ഇവർക്ക് ഇച്ചിരി വെള്ളം ഇവിടെ നിന്ന് കൊടുത്താലും മതി. കാര്യം അതും ബഹുദൈവ മതാചാരം, ഹിന്ദു മതം ഒരു ബഹുദൈവ മതമാണ്. അപ്പൊ അവിടെയും വിഗ്രഹങ്ങളെ കല്ലാക്കപ്പെട്ട സ്ത്രീ, ഇവിടെയും കല്ലാക്കപ്പെട്ട സ്ത്രീയുണ്ട്. അപ്പൊ പിന്നെ അവിടുത്തെ വെള്ളം എടുക്കണവർ ഇവിടുത്തെ വെള്ളം എടുത്താലും മതിയല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. കുറച്ച് കാശ് ടാക്സ് പേയേഴ്സിന് ഇന്ത്യയിൽ ലാഭിക്കാനെങ്കിലും സാധിക്കും. കാര്യം ഈ വിമാനത്തെ പിടിച്ചുപോയി കുപ്പിവെള്ളം എടുത്തുകൊണ്ട് വന്നവരെ ഇവിടെ തന്നെ കുപ്പിവെള്ളം എടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ. ഇതിലെ ആചാരങ്ങൾ പക്ക ബഹുദൈവ മതാചാരങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ സംസം കിണറിന്റെ പ്രത്യേകത ബഹുദൈവ മതക്കാരനായ മുഹമ്മദിന്റെ അങ്കിള് പറയുന്നതോടെ നമുക്ക് വായിക്കാൻ സാധിക്കും. അബു താലിബ് സെഡ്, വേർ ദ പിൽഗ്രിംസ് മേക്ക് ദെയർ ക്യാമൽസ് നീൽ, വേർ ദ വാട്ടേഴ്സ് ഫ്ലോ ഫ്രം ഇസാഫ് ആൻഡ് നൈല. ഓക്കെ, ഈ സംസം കിണറിന്റെ അടുത്ത് വെച്ച് അവിടെയാണ് ഒട്ടകങ്ങൾ മുട്ടുമടക്കുന്നത്. എന്തിനാ ഒട്ടകം മുട്ടുമടക്കുന്നത്? വെള്ളം കുടിക്കാൻ മുട്ടുമടക്കുന്നത്. അവിടെയാണ് ഇസാഫിൽ നിന്നും നൈലയിൽ നിന്നും വെള്ളം ഒഴുകുന്നത്. ഈ സംസം കിണർ ഇസാഫിന്റെയും നൈലയുടെയുമാണ്, അല്ലാതെ ഹാജറയുടെയും ഇസ്മായിലിന്റെയും ഒന്നും അല്ല. ഇസാഫും നൈലയുടെയും കിണറിനെ അന്നത്തെ ശപിക്കപ്പെട്ട് കല്ലായി മാറിയ സ്ത്രീ പുരുഷന്മാരുടെ പേരിലുള്ള അവരുടെ അടുക്കൽ നിന്ന് വരുന്ന വെള്ളത്തെയാണ് ഈ സംസം 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 എന്ന് വിളിക്കുന്നതെന്ന്, അതായിരുന്നു യഥാർത്ഥ സംസം എന്ന് ഇവരുടെ പുസ്തകത്തിനകത്ത് തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഈ സംസത്തെ ഞങ്ങളുടെ അബ്രഹാം പിതാവിനെയും ഇസ്മായിലിനെയും ഹാഗറിനെയും പുറത്ത് കെട്ടിവെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കേണ്ട സഹോദരങ്ങൾ, നിങ്ങളുടെ ബഹുദൈവ മതാചാരങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണേ? നിങ്ങൾ തന്നെ എടുത്തോ, ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ആ സംസം ജലം നിങ്ങൾ തന്നെ കുടിച്ചോ, ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ഇസാഫിന്റെയും നൈലയുടെയും വെള്ളം നിങ്ങൾ കുടിച്ചോളൂ, ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പൊ ഇസാഫിന്റെയും നൈലയുടെയും ഇസാഫിൽ നിന്നും നൈലയിൽ നിന്നും ഒഴുകുന്ന വെള്ളം എന്നാണ് സംസം വെള്ളത്തെ അബൂ താലിബ് വിശേഷിപ്പിക്കുന്നത്. വേർ ദ പിൽഗ്രിംസ് മേക്ക് ദർ ക്യാമൽസ് നീൽ, വേർ ദ വാട്ടേഴ്സ് ഫ്ലോ ഫ്രം ഇസാഫ് ആൻഡ് നൈല. അതിന്റെ തൊട്ട് മുന്നത്തെ പേജിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഇസാഫ് ആൻഡ് നൈലയിലെ സൈഡിൽ നിന്നാണ് ഈ സംസം കിണർ വരുന്നത്. ബൈ ദ പ്ലേസ് ഓഫ് സംസം, ദേ അഡോപ്റ്റഡ് ഇസാഫ് ആൻഡ് നൈല ബൈ ദ പ്ലേസ് ഓഫ് സംസം. സംസത്തിൽ നിന്ന് അവിടെ ആ സ്ഥലത്താണ് ഇസാഫിന്റെയും നൈലയുടെയും പ്രതിമ നിൽക്കുന്നത്. അതുകൊണ്ട് അബൂ താലിബ് ഇങ്ങനെ പാടി, ഇസാഫിൽ നിന്നും നൈലയിൽ നിന്നും വരുന്ന വെള്ളമേ, അതിൻ്റെ മുന്നിൽ ഒട്ടകങ്ങൾ ഇതാ കാലുമടക്കുന്നു വെള്ളം കുടിക്കാൻ. ഒട്ടകങ്ങൾക്കൊപ്പം ഇന്ന് സൈദിബിന് ജോർജും പോയി അവിടെ പോയി കാല് മടക്കുന്നു. നമ്മുടെ ലാസർ യോഹന്നാനും അവിടെ പോയി കാല് മടക്കുന്നു ഒട്ടകത്തിനൊപ്പം ലൈലയുടെയും ഇസാഫിന്റെയും വെള്ളം കുടിക്കാൻ വേണ്ടി. എന്നിട്ട് പറയുന്നു, അബ്രഹാമിന്റെ ഭാര്യ ഹാജിറയ്ക്ക് ദൈവദൂതം കൂടെ തികണറാന്ന്. എൻ്റെ പൊന്നു മക്കളെ, പറ്റീര, വേറൊന്നുമല്ല, വെറും ശുദ്ധ പറ്റീരാണ്. അബ്രഹാമിന്റെ ഭാര്യ ഹാഗർ, ആ ഹാഗറിന്റെ നീരുറവ് എവിടെയായിരുന്നു? ബർഷേബയില. ബർഷേബ എവിടാ? അങ്ങ് ഇസ്രായേലില. മക്കയിലെ സംസം ഏതാ? ഇസാഫിന്റെയും നൈലയുടെയും വെള്ളമാണ് മക്കയിലെ സംസം എന്ന് പറയുന്നത്. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. ജനസിസ്, തോറയിലെ ആദ്യത്തെ പുസ്തകമായ ബരേഷ്യത്തിലെ, മൂസ നബി എഴുതിയ, മോശ എഴുതിയ തോറയിലെ ആദ്യത്തെ പുസ്തകമായ ബരേഷ്യത്തിലെ 21 അധ്യായത്തിലെ 14 വാക്യം മുതൽ മലയാളത്തിൽ ഇങ്ങനെ വായിക്കുക. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. എവിടാ? ബർഷേബ മരുഭൂമിയിൽ. തുരുത്തിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് കരഞ്ഞു. എവിടെ? ബർഷേബ മരുഭൂമിയിൽ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ച് അവളോട്, ഹാഗറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേപ്പിച്ചുകൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവളൊരു നീരുറവ കൊണ്ട് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ഈ ഹാഗറിന്റെ കിട്ടിയ നീരുറവ എവിടാ? ഇസ്രായേലിലെ ബർഷേബയിൽ. പാരാൻ മരുഭൂമിക്കടുത്ത് ഇസ്രായേലിലെ ബർഷേബയിൽ. ഈ മുസ്ലിങ്ങൾ വിമാനം പിടിച്ചു പോയി വെള്ളം എടുത്തുകൊണ്ട് എവിടെന്നാ? മക്കയിലെ സംസത്തിൽ. ആരുടെ സംസം? ഇസാഫിന്റെയും നൈലയുടെയും സംസത്തിൽ. അള്ളാഹു ശപിച്ച് കല്ലാക്കി മാറ്റിയ ഇസാഫിന്റെയും നൈലയുടെയും സംസം കിണറിൽ നിന്നാണ് ഈ മക്കയിൽ പോയിട്ട് വെള്ളം കുടിക്കുന്ന മുസ്ലിങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്. ഇത് തമ്മിൽ എന്തോരം ദൂരമുണ്ടെന്നെങ്കിലും വെളിവുള്ള മുസ്ലിങ്ങളെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങളെയൊക്കെ തലച്ചോറ് പണയം വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഇവിടെയാണ് ഇസ്രായേലിലെ ഹാഗറിന്റെ ബർഷേവ.
ഈ ബർഷേവയിൽ നിന്ന് 1500 മൈൽ അകലെയാണ് ഇസാഫിൻ്റെയും നൈലയുടെയും സംസം. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സംഭവം നടക്കുന്ന രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. നൈലയുടെയും ഇസാഫിൻ്റെയും സംസം ഇവിടെ, നൈലയുടെ ഇസാഫിൻ്റെയും സംസം മെക്ക. അവിടെ നിന്ന് നേർരേഖയിൽ സഞ്ചരിച്ചാൽ പോലും 1500 കിലോമീറ്ററാണ്. അന്നത്തെ കാലത്ത് 10-30 ദിവസം നടന്നാലെത്തുന്ന ദൂരമാണ് ബർഷേബ. അതാണ് ഹാഗറിന്റെ ബർഷേബ. ഈ ഹാഗറിന്റെ ബർഷേബ 1500 കിലോമീറ്റർ ഇപ്പുറം മക്കയിലെ സംസമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തലക്കോളം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വിശ്വസിക്കത്തില്ല. പ്രത്യേകിച്ച് അവിടുത്തെ ചരിത്രം, അന്നത്തെ മതചരിത്രം പറയുന്നത് അത് ഈ പറയുന്ന ഇസാഫിൻ്റെയും നൈലയുടെയും വെള്ളമായിരുന്നു. അവരുടെ പ്രതിമക്കടുത്തുള്ള വെള്ളമാണ് ഈ സംസം കിണറെന്ന് കൃത്യമായിട്ട് അവരുടെ മതചരിത്രം പറയുന്നു. ഇനി ഹജ്ജിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ചെകുത്താനെ കല്ലെറിയുന്ന പരിപാടി. ചെകുത്താനെ കല്ലെറിയുക, ഇതായിരുന്നു പഴയ ചെകുത്താൻ. ഇപ്പം ചെകുത്താൻ ഇച്ചിരി ക്ലാസ്സായി. സൗദിക്ക് കാശായപ്പോഴേക്കും ചെകുത്താനും ഇച്ചിരി ക്ലാസ്സും നല്ല സ്റ്റാൻഡേർഡൊക്കെ വന്നു. ഇപ്പം കല്ലെറിയുന്ന സ്ഥലമൊക്കെ വേറെയാണ്. എന്താണെങ്കിലും ഈ ചെകുത്താൻ ഇങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് എവിടെ നിന്ന് വന്ന? അബ്രഹാം എറിഞ്ഞാണോ? ഇസാഖ് എറിഞ്ഞാണോ? മോശ എറിഞ്ഞാണോ? ഇവരാരും എറിഞ്ഞല്ല. ഈ അന്നത്തെ പാഗൻ അറബികളുടെ ഒരു ദുരാചാരമായിരുന്നു ചെകുത്താനെ കല്ലെറിയല്. അതറിയണമെങ്കിൽ സീറത്ത് റസൂലുള്ള മുഹമ്മദിന്റെ സീറയുടെ, ഇബ്നു ഇഷാഖ് എഴുതിയ മുഹമ്മദിന്റെ സീറയുടെ 50-ാമത്തെ പേജ് ഒന്ന് വായിക്കണം. 50-ാമത്തെ പേജിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. Sufa used to send the people away from Arafah and give them permission to depart when they left Mina. മിനയിൽ നിന്ന് അവർ പുറപ്പെട്ടതിന് ശേഷം അറഫയിൽ നിന്ന് അവർ ഈ കല്ലെറിയാൻ വേണ്ടി പോകും. When the day of the departure arrived, they used to come to throw pebbles, and a man of Sufa used to throw for the man, none throwing until he had thrown. സൂഫ ആ ഒരു ഗോത്രത്തിന് കബയും ഇതിനെയൊക്കെ നോക്കി നടത്ത ഒരു ഗോത്രം, ഒരു കുടുംബക്കാരെ ഏൽപ്പിച്ചേക്കുവാണ്. ആ കുടുംബത്തിലെ ആൾ വന്ന് ആദ്യത്തെ പെബിൾ എറിയണം. അതിനുശേഷം ഈ പാഗൻ അറബുകളെല്ലാം വന്ന് ഈ ബഹുദൈവ മതാചാരത്തിലെ കല്ലെറിയലുണ്ട്. ഈ കല്ലെറിയൽ ഇന്നും മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും, ഞങ്ങൾ യഥാർത്ഥ സത്യദൈവ ആരാധകർ, ഹിന്ദുക്കൾ കണ്ടില്ലേ അവര് കല്ലിന്റെ മുമ്പിൽ പോയി വണങ്ങണമെന്ന്. അറബികളുടെ പേഗൻ മതാചാരം ഇന്നും പിടിച്ചോണ്ട് നടക്കുക. ആ മതത്തിലെ ദേവനെയും എടുത്തു, ആ മതത്തിലെ ആചാരങ്ങളും എടുത്തു, ആ മതത്തിലെ വ്രതവും എടുത്തു, ആ മതത്തിലെ തീർത്ഥാടനവും എടുത്തു, ആ മതത്തിലെ തീർത്ഥാടനത്തിലെ ചടങ്ങുകളും എടുത്തു. എല്ലാം എടുത്തിട്ട് പറയുക ഞങ്ങളാണ് യഥാർത്ഥ ഏകദൈവ വിശ്വാസികളെന്ന്. എൻ്റെ പൊന്നു മക്കളെ, ഈ കോമഡി ആ കോമഡി ചാടി പുറത്ത് പറഞ്ഞ പോലെ ഫ്ലാറ്റ് എങ്കിലും കിട്ടും. വെറുതെ നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നതിന് പകരം ആ ഏഷ്യാനെറ്റിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റെങ്കിലും വെറുതെ കിട്ടും. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ബമ്പർ ചിരിയിലൊക്കെ പോയി പറഞ്ഞാൽ മതി, 50,000 രൂപയൊക്കെ നിങ്ങൾക്ക് വെറുതെ കിട്ടും. അപ്പോൾ ഇതുപോലുള്ള കോമഡികൾ നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോയി പറയേണ്ടത്, അല്ലാതെ ഇവിടെയല്ല. ഈ ഹജ്ജിലെ മറ്റൊരു ചടങ്ങാണ് ഇവര് തൽബിയത്ത് ചൊല്ലും. ഇവർ തൽബിയത്ത് ഇപ്പൊ ചൊല്ലുന്നത് ഇങ്ങനെയാണ്: ലബിയക്ക ഇല്ലഹൂമ ലബിയക്ക ലബിയക്ക ലാ ശരീക ലക. എൻ്റെ ആക്സെൻ്റ് ഒക്കെ ശരിയാവണമെന്നില്ല, ഞാൻ അറബിക്ക് എനിച്ചല്ല. അറബിക്ക് എനിച്ച മലയാളികൾ ഇപ്പോൾ ആക്സെൻ്റ് ഒക്കെ ചിലപ്പോൾ ശരിയാവും. എൻ്റെ ആക്സെൻ്റ് അത്ര, ഇപ്പം നമ്മൾ മലയാളികൾ എത്ര ഇംഗ്ലീഷ് പറഞ്ഞാലും ആ ഒരു പ്രോപ്പർ ബ്രിട്ടീഷ് ആക്സെൻ്റ് കിട്ടത്തില്ല. അതുപോലെ എൻ്റെ ആക്സെൻറ്റിന് ആരും കുറ്റം പറയാൻ നിൽക്കണ്ട. ഓക്കെ, ലാ ഷരീക ലക ലബിയക ഇന്ന അൽ ഹംദ വ അന്നി മത ലക വ അൽ മുൽക ല ഷരീക ലക. ഹിയർ ഐ ആം അറ്റ് യുവർ സർവീസ് ഓ അല്ലാഹ്. അള്ളാഹുവേ, നിന്റെ അടിമയായിട്ട് ഞാനിതാ വരുന്നു. ഹിയർ ഐ ആം, ഞാനിതാ വരുന്നു. ഹിയർ ഐ ആം, ഞാനിതാ വരുന്നു. യു ഹാവ് നോ പാർട്ട്നേഴ്സ്, ഹിയർ ഐ ആം. നിനക്ക് ഷിർക്ക് ചെയ്യുന്നില്ല, നിനക്കൊരു പാർട്ട്ണർ ഇല്ല, ഞാനിതാ വരുന്നു. ടു യു അലോൺ ഓൾ പ്രൈസസ് ആൻഡ് ഓൾ എക്സലൻസ് ആൻഡ് യു ഈസ് ഓൾ സോവറനിറ്റി, ദർ ഇസ് നോ പാർട്ട്ണർ ടു യു. ഇത് കണ്ടില്ലേ അള്ളാഹുവിൻ്റെ ആ ഒരു സെറ്റപ്പ്? അള്ളാഹു അല്ലാതെ വേറെ ആരും. ഇതാണ് ഞങ്ങളുടെ തൽബിയത്ത്, ഇതാണ് ഞങ്ങളുടെ തൽബിയത്ത്. എൻ്റെ പൊന്നുമക്കളെ, തൽബിയത്ത് പണ്ടത്തെ ഹജ്ജിന് നിങ്ങൾ ചൊല്ലുന്ന തൽബിയത്ത് പണ്ടത്തെ പ്രാകൃത മതാചാരത്തിലുണ്ടായിരുന്ന തൽബിയത്താണ്. അത് മുഹമ്മദ് പിൽക്കാലത്ത് മാറ്റി ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. അതായത് സ്വാമിയെ ശരണം അയ്യപ്പ വിളിക്കണതിന് പകരം സ്വാമിയെ അള്ളാഹുവേ എന്ന് വിളിച്ച് ആ തൽബിയത്ത് ശരണം വിളി മാറ്റിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ശരണം വിളി, അറബികളുടെ ശരണം വിളി ചെറുതായിട്ടൊന്ന് മാറ്റിയതാണ് ഈ കാണുന്നത്. ഈ തൽബിയത്ത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നറിയണോ? ഇതറിയണമെങ്കിൽ നമ്മുടെ മുഹമ്മദ് ഈസാ സാഹിബിൻ്റെ ഒരു ഗുരു ഉണ്ടല്ലോ മക്കളെ, islamweb.net എന്ന് പറഞ്ഞൊരു ഫത്വ വെബ്സൈറ്റ്. അതിലെ 3,59,086 ഫത്വ ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് നോക്കാൻ വേണ്ടി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാം വെബിനകത്ത് 3,59,086 ഫത്വ 359086. ആ ഫത്വയിൽ കൃത്യമായിട്ട് പഴയ തൽബിയത്ത് പറയുന്നുണ്ട്. in their talbiyat during pre-Islamic pilgrimage, ഹജ്ജിൽ, ഇസ്ലാമിന് മുമ്പുള്ള ഹജ്ജിൽ, അപ്പം ഇസ്ലാമിന് മുമ്പ് ഉള്ളതാണ് ഹജ്ജ്.
ഇസ്ലാമിന് മുമ്പുള്ള ഹജ്ജിൽ തൽബിയത്ത് ഉണ്ടായിരുന്നു. ഈ ഇന്നത്തെ ഹജ്ജിലുള്ള അതേ തൽബിയത്ത്, അതുപോലെ അന്നും തൽബിയത്ത് ഉണ്ടായിരുന്നു. അന്നത്തെ തൽബിയത്ത് ഇതായിരുന്നു: ലബിയക്ക ല ഷരീക ലക്ക ഇല്ല ഷരീക്കൻ ഹുവാലക്ക തമിലുക്കുഹു വമ മലക്. അതിന്റെ അർത്ഥം അറ്റ് യുവർ സർവീസ്, ഞാൻ നിങ്ങളുടെ സർവീസിലേക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഞാൻ വരുന്നു, നിങ്ങളുടെ സർവീസ് ചെയ്യാം. അറ്റ് യുവർ സർവീസ്, നിങ്ങളുടെ അടിമയായിട്ട് ഞാനിതാ വരുന്നു. യു ഹാവ് നോ അസോസിയേറ്റ്സ്, നിങ്ങൾക്ക് പാർട്ട്നേഴ്സ് ഇല്ല. അള്ളാഹുവിന്റെ പേരില്ല കേട്ടോ, ശ്രദ്ധിക്കണേ. യു ഹാവ് നോ അസോസിയേറ്റ്സ് എക്സെപ്റ്റ് ദ വൺ ഹൂ ഈസ് യുവേഴ്സ്, സേവ് ദ വൺ ഹൂ ഈസ് യുവേഴ്സ്. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കാളികളുമില്ല, ഒരാളൊഴികെ, നിങ്ങളുടേതായ ഒരാളൊഴികെ. എക്സെപ്റ്റ് ദ വൺ ഹൂ ഈസ് യുവേഴ്സ്, നിങ്ങളുടേതായ ഒരാളൊഴികെ വേറെ ഒരു പങ്കാളിയും നിങ്ങൾക്കില്ല. യു ഹാവ് ഡൊമീനിയൻ ഓവർ ഹിം ആൻഡ് ഓവർ വാട്ട് ഹി പൊസസ്. നിങ്ങൾക്ക് അവന്റെ മേൽ അധികാരമുണ്ട്, അവന് അവകാശമുള്ളത് എല്ലാത്തിൻ്റെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. ഇതായിരുന്നു പണ്ട് ഹജ്ജിലെ തൽബിയത്ത്. അതായത് പണ്ടത്തെ ഹജ്ജിലെ തൽബിയത്ത് എന്താ? ഞാനിതാ നിങ്ങളുടെ സേവനത്തിനായിട്ട് വരുന്നു, നിങ്ങൾക്ക് പങ്കാളികളൊന്നുമില്ല. അള്ളാഹുവിന്റെ പേര് പോലും ഇല്ലേ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പങ്കാളികളൊന്നുമില്ല, എക്സെപ്റ്റ് ഒരാളൊഴികെ നിങ്ങൾക്ക് വേറെ പങ്കാളികളൊന്നുമില്ല. ആ ഒരാൾ ആരാ? അയാളുടെ മേൽ നിങ്ങൾക്ക് ഡൊമീനിയൻ ഉണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട്, മേധാവിത്വമുണ്ട്. യു ഹാവ് ഡൊമീനിയൻ ഓവർ ഹിം ആൻഡ് ഓവർ വാട്ട് ഹി പൊസസ്. അവൻ അവകാശമായിട്ടുള്ള എല്ലാത്തിൻ്റെ മേലും നിങ്ങൾക്ക് അവകാശവും അധീശത്വവും ഉണ്ട് എന്ന് പറയുക. അതായത് ഇവര് തൽബിയത്ത് ഹജ്ജിൽ ചൊല്ലുന്നത്, പണ്ട് പ്രീ ഇസ്ലാമിക് അറേബ്യയിലെ തൽബിയത്ത്, ഹജ്ജിൽ നടക്കുന്ന തൽബിയത്ത്, അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്: ഞാൻ നിന്റെ സേവനത്തിനായിട്ട് വരുന്നു, നിനക്ക് പങ്കാളികളില്ല, ഒരാളൊഴികെ. ആര്? നിനക്ക് അധീശത്വമുള്ള ഒരാൾ, അവന്റെ സ്വത്തുക്കളെല്ലാം നിന്റെ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തൽബിയത്ത് ചൊല്ലുന്നത്. ഇത് ആരോടായി പറയുന്നത്? ആരോടാണ് ഈ പറയുന്നത്? അള്ളാഹുവിനോടാണോ? ഇന്നത്തെ തൽബിയത്ത് ഇവർ മാറ്റിയത് അള്ളാഹുവിന്റെ പേരൊക്കെ വെച്ചാൽ പറഞ്ഞില്ലേ, ശരണമുള്ളിയിൽ അല്ലെ അയ്യപ്പനെ വെട്ടി അള്ളാഹു ആക്കിയാൽ ഇസ്ലാം മതാചാരമാകും എന്ന് പറയുന്ന പോലുള്ള പരിപാടിയാണ് അന്നത്തെ തൽബിയത്തിൽ മാറ്റി ഇന്നത്തെ തൽബിയത്തിൽ അള്ളാഹു ആക്കിയേക്കണം. അന്നത്തെ തൽബിയത്ത് ഇതാണെന്ന് ഇസ്ലാമിക പണ്ഡിതന്റെ ഫത്വയിൽ പറയുക, ഇതായിരുന്നു അന്നത്തെ തൽബിയത്തെന്ന്. ഇത് ആരോടായി പറയുന്നത്? ഈ പറയുന്നത് ആരോടാണെന്ന് അറിയണമെങ്കിലേ ഈ മുഹമ്മദിന്റെ ജീവചരിത്രം എടുക്കണം. സീറത്ത് റസൂലുള്ളതിൽ 39 പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, when they had made the compass of Kaaba, അവർ കബയിലേക്കുള്ള ദിശ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ആൻഡ് ഹാസൻഡ് ഫ്രം അറഫാത്തിൽ നിന്ന് അവർ പുറപ്പെടാൻ റെഡിയായി കഴിഞ്ഞാൽ, ആൻഡ് കംപ്ലീറ്റഡ് ദ റൈറ്റ്സ് അറ്റ് മിന, മിനയിലെ ചടങ്ങുകളെല്ലാം അവർ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, ദേ ഡിഡ് നോട്ട് ഷേവ് ദേ ഹെയർ അൺടിൽ ദേ ഗോ ടു മനാത്ത്, മനാത്തിന്റെ അടുക്കൽ എത്തുന്നവരെ അവർ പിന്നെ ഷേവ് ചെയ്യില്ല. ടു ഹൂം ദേ വുഡ് ക്രൈ ലബിയക്കി. അവർ തൽബിയത്ത് ചൊല്ലുക, ലബിയക്കി ചൊല്ലുന്നത്, തൽബിയത്തിന്റെ തുടക്കമാണ് ലബിയക്കി, ഞാൻ നിന്റെ സേവനത്തിനായിട്ട് വരുന്നു. അവർ തൽബിയത്ത് ചൊല്ലുന്നത്, ലബിയക്കി ചൊല്ലുന്നത് ആരോടാ? മനാത്തിനോടാ. അപ്പൊ മനാത്തിനോട് ചൊല്ലുന്ന തബിയക്കി എന്താ? മനാത്തെ, ഞാൻ നിന്റെ സേവനത്തിനായിട്ട് വരുന്നു, നിനക്ക് പങ്കാളികളില്ല, എക്സെപ്റ്റ് ദ വൺ ഹൂ ഈസ് യുവേഴ്സ്, നിന്റേതായിട്ടുള്ള ഒരാളൊഴികെ വേറെ പങ്കാളികൾ നിനക്കില്ല. യു ഹാവ് ഡൊമീനിയൻ ഓവർ ഹിം, നിനക്ക് അവന്റെ മേൽ അധീശത്വമുണ്ട്. ആൻഡ് ഓവർ വാട്ട് ഹി പൊസസ്, അവൻ അവകാശമാക്കിയതിന്റെ മേൽ നിനക്കും അവകാശമുണ്ട്. സംഭവം മനസ്സിലായില്ലേ? മനാത്തിനോട് എന്ന് പറയുക ആരാ? മനാത്തിന്റെ കെട്ടിയോൻ ഹുബല്. മനാത്തിന്റെ കെട്ടിയോൻ ഹുബല്, അതാണ് അവൻ എല്ലാത്തിന്റെ അധികാരി. അവനല്ല, മനാത്തിന്റെ വേറെ പങ്കാളിയിൽ നിന്ന്. മനാത്ത് ഒരു കെട്ടിയതിന് ഞങ്ങൾ എന്താ ചെയ്യണം? ആ പങ്കാളി ഇല്ല എന്നുള്ളിടത്ത് മനാത്തിനെ മാറ്റിച്ച് അവിടെ അള്ളാഹുവിനെ കയറ്റിയിട്ട്, ലബിയൊക്കെ അള്ളാഹുമെന്നാക്കിയിട്ട് മനാത്തിനെ മാറ്റി, മനാത്തിനോട് ചൊല്ലുന്ന പ്രാർത്ഥനയിൽ അവിടെ മനാത്തിനെ മാറ്റി പകരം അള്ളാഹുവിനെ സ്ഥാപിച്ചിട്ട് നിനക്ക് പങ്കാളിയില്ല എന്ന്. മനാത്തിനോട് പറയുന്ന കാര്യം, നിനക്ക് പങ്കാളികളില്ല. പക്ഷെ ഒരു കാര്യം കൂടെ പറയും, ഒരാളൊഴികെ, അവൻ നിന്റെയാണ്, അവന് മേൽ നിനക്ക് അധീശത്വമുണ്ട്, അവന്റെ സ്വത്തുക്കളുടെ മേലും നിനക്ക് അധീശത്വമുണ്ട്. ഭാര്യനോട് ഭർത്താവിനെ കുറിച്ച് പറയുന്നതാണ്, നിനക്ക് അവനല്ലാതെ വേറെ പങ്കാളികളൊന്നും നിനക്കില്ല എന്ന്. ഇതാണ് തൽബിയത്ത്. ഈ ഹജ്ജ് പണ്ടേ ഉണ്ട്, ഹജ്ജിന് ചൊല്ലുന്ന തൽബിയത്ത് പണ്ടേ ഉണ്ട്. ഇത് ഹജ്ജിന് തൽബിയത്ത് ചൊല്ലുന്നത് മനാത്തിനോടായിരുന്നു. ഇന്ന് ഹജ്ജിന് തൽബിയത്ത് അപ്പനോടാക്കി, മോളിനെ മാറ്റി അപ്പനാക്കിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇത്രത്തോളം പ്രാകൃതമായ ഒരു ചടങ്ങാണ് ഈ ഇസ്ലാമിക ഇതിനകത്തുള്ളത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ, ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മതത്തിലെ ഹജ്ജ് എന്ന് പറയുന്ന ചടങ്ങ്
അബ്രഹാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അബ്രഹാമിന് ശേഷമുള്ള സത്യദൈവത്തെ ആരാധിച്ച ഒരു പ്രവാചകനും ഹജ്ജ് ചെയ്തിട്ട് രേഖയില്ല. മുഹമ്മദിന്റെ കാലത്ത് അതിനു മുന്നേ നൂറ്റാണ്ടുകളായിട്ട് അറബികൾ ചെയ്തു വന്നിരുന്ന ഒരു പേഗൻ മതാചാരം മാത്രമായിരുന്നു ഹജ്ജ്. അതിനകത്ത് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും, എന്തിന് ഷേവ് ചെയ്യാത്തത് മുതൽ സെക്സ് ചെയ്യാത്തത് മുതൽ എല്ലാ ചടങ്ങുകളും ഈ പറയുന്ന പ്രാകൃത മതാചാരത്തിൽ നിന്നെടുത്താണ്. മതാചാരത്തിലെ സഫാ മർവ കുന്നുകളുടെ ഇടയിലുള്ള സായി പോലും അവിടെ നിന്നെടുത്തതാണ്. അതിനകത്തെ മനാത്തിനെ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന മനാത്തിനോട് ചെയ്തുകൊണ്ടിരുന്ന ലബിയക്ക അല്ലെങ്കിൽ തൽബിയത്ത് ഇന്നും മുസ്ലിങ്ങൾ ചെയ്യുന്നു. പകരം മോളെ മാറ്റി അപ്പനാക്കി എന്നുള്ള ഒരു പ്രത്യേകത മാത്രം. അതായത് ആ ആചാരങ്ങളെല്ലാം കടമെടുത്തിട്ട് ശബരിമല തീർത്ഥാടനം കടമെടുത്ത് അയ്യപ്പനെ മാറ്റി അള്ളാനെ പ്രതിഷ്ഠിക്കുന്ന പോലെ ആക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന മുസ്ലിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യുന്ന കൊടിയ ശിർക്കാണ്. നിങ്ങൾ ഹജ്ജ് ചെയ്താൽ അത് ഷിർക്കാണ്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചാൽ അത് ഷിർക്കാണ്. ഒരു പേഗൻ മതത്തിലെ ഒരു ദേവനെ ആരാധിച്ചാൽ അത് ഷിർക്കാണ്. നിങ്ങളത് ചെയ്യേണ്ട കാര്യം. നിങ്ങൾ മുശ്രിക്കുകളല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കാൻ പാടില്ല. നിങ്ങൾ മുശ്രിക്കുകളാണെങ്കിൽ മാത്രം ആരാധിക്കാവുന്ന ഒരു ദേവനാണ് അള്ളാഹ്. നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? ഈ അബ്രഹാം ആരാധിച്ച ആരെ? യാഹുവേ എന്ന സത്യേക ദൈവത്തെയാണ്, പടച്ച റബ്ബിനെയാണ്. മോശ അടക്കമുള്ള പ്രവാചകന്മാർ ആരാധിച്ച പടച്ച റബ്ബായ യാഹുവേ എന്ന സത്യേക ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഏകദൈവ ആരാധകരാകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ ഏകദൈവ ആരാധകരാകാൻ അവരെ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ക്ലബ് ഹൗസിൽ മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവർക്ക് മറുപടി പറയാനൊരു അവസരം ഒരുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.